ഇരു ജീവിതത്തിലും നിറച്ചു കൊടുക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പരിശുദ്ധ റമളാനിന്റെ രണ്ടാമത്തെ പത്തിൽ വളരെ ആവേശത്തോടുകൂടി ഇവിടെ തടിച്ചുകൂടിയ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഉമ്മപെങ്ങന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഇതര മതങ്ങളിലുള്ള സഹോദരങ്ങൾക്ക്, സഹോദരിമാർക്ക് വിശുദ്ധ ഇസ്ലാമിന്റെ തത്വോധിഷ്ഠിതമായ അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും ഞാൻ ആമുഖമായി അർപ്പിക്കുകയാണ്. സൃഷ്ടിസ്ഥിതി സംഹാരകർത്താവായ സർവാധിനാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആല, അല്ലാഹുവിന്റെ മഗ്ഫിറത്തുകൾ പേമാരിക്ക് സമാനം പെയ്തിറങ്ങുന്ന ഈ പരിശുദ്ധ ദിവസം ഇസ്ലാമിക പ്രവർത്തന മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അധ്യായത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ഒരുമിച്ചുകൂടിയ നമ്മുടെ ഈ ഉദ്യമം അല്ലാഹു പൂർണ്ണമായും സ്വീകരിക്കുമാറാകട്ടെ. ഒരുപാട് മുതഅല്ലിമീങ്ങളുള്ള, ഒരുപാട് ഹാഫിളീങ്ങളുള്ള, ഒരുപാട് ആലിമീങ്ങളുള്ള, അല്ലാഹുവിന്റെ ഗുരുത്വവും പൊരുത്തവും നേടി ആത്മീയതയുടെ പരമോന്നതമായ പദവിയിലേക്ക് പറന്നുയർന്നുകൊണ്ടിരിക്കുന്ന ആരിഫീങ്ങളുള്ള ഈ സ്വർഗത്തിന്റെ വേദിയിൽ അൽഹംദുലില്ലാ, പരിശുദ്ധ റമളാനിൽ ഇങ്ങനെ ഒരു അവസരം നമുക്ക് കിട്ടിയത് തന്നെ ജീവിതത്തിലെ ഒരു വലിയ മഹാഭാഗ്യമാണ്. അല്ലാഹു നമ്മിൽ നിന്ന് പൂർണ്ണമായും സ്വീകരിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇൻഷാ അല്ലാഹ് ഇന്നും നാളെയും നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്ന വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. സമയമേറെ വൈകിയെന്നറിയാം, എങ്കിലും ഇൻഷാ അല്ലാഹ് ആദ്യ ദിവസത്തിന്റെ ചില തുടർച്ചകളുടെ തടസ്സങ്ങളും മറ്റുമായി കുറച്ച് വൈകിപ്പോയതാണ് എന്ന് മാത്രം മനസ്സിലാക്കുക. അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ നാളെ നമുക്ക് വളരെ നേരത്തെ തുടങ്ങി ഒത്തിരി നേരം കാര്യഗൗരവത്തോടെ നമ്മുടെ വിഷയം ചർച്ച ചെയ്യാമെന്ന സന്തോഷം അറിയിച്ചുകൊണ്ടും ആ സന്തോഷത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടും വൈകിയ വേളയിൽ ഞാൻ എന്റെ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നന്മയുള്ള മനസ്സ് എന്ന വിഷയമാണ് ഇന്നും നാളെയും ചർച്ച ചെയ്യുന്നത്. സമാപനം നല്ല കുടുംബം എന്ന വിഷയവുമാണ്. അൽഹംദുലില്ലാ, ലോകചരിത്രത്തിൽ മായാതെ നിൽക്കുന്ന ഒരുപാട് കലാപങ്ങളും കലാപകലുഷിത അന്തരീക്ഷങ്ങളും ലോകചരിത്രത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നതാണ്. ഒരു മനുഷ്യനിത് ചെയ്യാൻ സാധിക്കുമോ എന്ന് തോന്നുന്ന വിധത്തിൽ, ഒരു മനുഷ്യനാണോ ഇത് ചെയ്തത് എന്ന് അത്ഭുതത്തോടെ ചിന്തിച്ചു പോകുന്ന തരത്തിൽ ഏറ്റവും മോശമായതും മ്ലേച്ഛമായതുമായ പ്രവർത്തന മേഖലകളെ മനുഷ്യനെന്ന് പറയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് പടച്ച ഏറ്റവും വലിയ മഹാത്ഭുതം ആ മനുഷ്യനെന്ന് പറയുന്ന സൃഷ്ടി ചെയ്തുകൊണ്ടിരിക്കുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ അടുത്ത സമയത്ത് പത്രമാധ്യമങ്ങളിലൂടെ ചോര നിറഞ്ഞ കണ്ടടങ്ങളുമായി ഞാനും നിങ്ങളും വായിച്ചുപോയ അത്ഭുതകരമായ ഒരു സംഭവമാണ്. വിദേശ രാജ്യത്തിലെ ഒരു പഠന കേന്ദ്രത്തിൽ തന്നോടൊപ്പം പഠിക്കുന്ന തന്റെ ക്ലാസ്സിലുള്ള വിദ്യാർത്ഥിനികളാകുന്ന 8 പേരെ നിറയൊടിച്ചു കൊന്നുകളഞ്ഞ ഒരു വിദ്യാർത്ഥിയുടെ ചരിത്രം. തന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന, തന്നോടൊപ്പം പഠിക്കുന്ന 8 പേരെ നിറയൊടിച്ചു കൊന്നുകളഞ്ഞിട്ട് ആ ക്ലാസ്സിലേക്ക് കടന്നു വരുന്ന ടീച്ചറുടെ മാറിടത്തിലേക്ക് വെടിയുണ്ട ഉയർത്തിട്ട് രാക്ഷസനെ പോലെ പൊട്ടിച്ചിരിച്ച ഏകദേശം ഒരു 15 വയസ്സിനകത്ത് പ്രായം വരുന്ന ഒരു പ്രിയ സഹോദരന്റെ കഥ പത്രമാധ്യമങ്ങളിലൂടെ വായിച്ചപ്പോ അത്ഭുതത്തോടെ കണ്ണുപുറത്തേക്ക് തള്ളി കണ്ണിൽ നിന്ന് കണ്ണുനീരിന് പകരം ചോര വരുന്ന തരത്തിൽ വീര്യത്തോടെ ആ വാർത്ത വായിച്ചു പോയ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് മനുഷ്യന് ചെയ്യാൻ സാധിക്കുമോ എന്ന് നാം പലപ്പോഴും ചിന്തിച്ചു പോകാറുണ്ട്. നിയമത്തിന്റെ അനുകൂല പഴുതുകളിലൂടെ പ്രായത്തിന്റെ ചെറുപ്പം കൊണ്ടും മാനസിക വിഭ്രാന്തി കൊണ്ടും പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ പ്രിയ സഹോദരന്റെ കുടുംബത്തിന്റെ പണത്തിന്റെ പിൻബലം കൊണ്ടും വലിയ ഒരു ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടു പോയ ആ പ്രിയപ്പെട്ട സഹോദരന്റെ മനസ്സിനെ ഒന്ന് പിടിച്ചു നിർത്താൻ കഴിയാതെ 8 പ്രിയപ്പെട്ട പിഞ്ചു കൂട്ടുകാരെ കൊന്നൊടുക്കുകയും അവർക്ക് ഉപദേശ നിർദ്ദേശം കൊടുക്കുന്ന, അവർക്ക് മാതൃകയുടെ വരവരച്ചു കൊടുക്കുന്ന ടീച്ചറുണ്ട മാരിടത്തിലേക്ക് നിറയൊഴിക്കുകയും ചെയ്ത ആ പ്രിയ സഹോദരനാകുന്ന പൊന്നുമോനെ ചുമന്നുകൊണ്ട് ഇവനെ എവിടെയാണ് ഒന്ന് കൊണ്ടുപോയി നേരെയാക്കുക, ഇവനെ ഏതു മരുന്നാണ് കുത്തിവെച്ചു കൊടുക്കുക, ഇവന്റെ മാനസിക വിഭ്രാന്തിക്ക് എങ്ങനെയാണൊന്ന് അറുതി വരുത്തുക എന്ന് ചിന്തിച്ചുകൊണ്ട് ആ മകനെ കൊണ്ടുപോയി മനഃശാസ്ത്ര വിദഗ്ധന്റെ മുമ്പിലേക്ക് കൊണ്ടിരുത്തുമ്പോ ദിവസങ്ങൾ നീണ്ട ചികിത്സക്കൊടുവിൽ, ദിവസങ്ങൾ നീണ്ട പഠനങ്ങൾക്കൊടുവിൽ ആ മനഃശാസ്ത്ര വിദഗ്ധന്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട് 15 വയസ്സുകാരനായ പ്രിയപ്പെട്ട സഹോദരന്റെ മനസ്സ് തുറക്കുമ്പോ എങ്ങനെയെങ്കിലും ഈ പ്രേരണയിൽ നിന്ന്, ദുർചിന്തയിൽ നിന്ന് ആ പ്രിയ കൂട്ടുകാരന്റെ മനസ്സിനെ ഒന്ന് മാറ്റിയെടുക്കാൻ ഡോക്ടർ ആവുന്ന വിധമൊക്കെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരുപാട് ചികിത്സാമുറകൾക്ക് ശേഷം 15 വയസ്സുകാരനായ സഹോദരൻ തന്നെ ഡോക്ടറുടെ മുഖത്ത് നോക്കിയിട്ട് പറയുകയാണ്,
നിങ്ങൾ പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് നല്ലതുപോലെ മനസ്സിലായി. നിങ്ങൾ പറഞ്ഞിരുന്ന കാര്യഗൗരവങ്ങളൊക്കെ, നിങ്ങളുടെ സൈക്കോളജിക്കൽ ക്ലാസിന്റെ മുറകളൊക്കെ, നിങ്ങളുടെ കൗൺസിലിംഗിന്റെ എല്ലാ പ്രോഗ്രാമുകളും എന്റെ മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട്. പക്ഷേ എന്റെ മനസ്സിനെ എനിക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. എന്റെ മനസ്സിന്റെ കൈവെള്ളയിൽ നിൽക്കുന്നില്ല. എന്റെ മനസ്സിന്റെ കടിഞ്ഞാണിൽ ഒതുങ്ങി നിൽക്കുന്നില്ല. എനിക്ക് ഈ പ്രേരണ വന്നത് 15 വയസ്സായപ്പോൾ തന്നെ ക്ലാസ്സിലെ ഏറ്റവും നല്ല വിദ്യാർത്ഥിയാവണമെന്ന ആഗ്രഹത്തോടെ എന്റെ ക്ലാസിന്റെ കത്തളത്തിലേക്ക് ഞാൻ കടന്നു വരുമ്പോ എന്നോടൊപ്പം പഠിക്കുന്നവരൊക്കെ ഉന്നതമായ മാർക്കുകൾ വാങ്ങി ടീച്ചറിന്റെ കയ്യടിയും സമ്മതവും വാങ്ങുമ്പോ എത്ര പഠിച്ചാലും മനോമകരത്തിൽ സ്ഥിരമില്ലാതെ, എത്ര പഠിച്ചാലും മനസ്സിന്റെ ഉള്ളിൽ ഒതുങ്ങിയിരിക്കാതെ അലംഭാവത്തിന്റെ മനസ്സെനിക്ക് ദൈവം തമ്പുരാൻ സമ്മാനിച്ചപ്പോ എന്നെക്കാൾ ഇവിടെ ഒരാളും വിജയിക്കരുത് എന്ന ദുർചിന്ത എന്റെ മനസ്സിന്റെ അകത്തേക്ക് കോപമായി, അസൂയയായി, പകയായി, ദേഷ്യമായി വളർന്നു വന്നപ്പോ എന്നോടൊപ്പം പഠിക്കുന്ന പ്രിയപ്പെട്ട 8 വിദ്യാർത്ഥികളെ ക്ലാസിന്റെ അകത്തിരുത്തിയിട്ട് കൊന്നുകളയുവാനും അവർക്ക് മാർഗനിർദ്ദേശം കൊടുക്കുന്ന ടീച്ചറുടെ നെഞ്ചകത്തിലേക്ക് നിറയൊഴിക്കുവാനും ഞാൻ മനസ്സ് കാണിച്ച ആ മനസ്സിന്റെ പിരിമുറുക്കം എനിക്ക് നഷ്ടപ്പെട്ടു പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ചികിത്സിക്കുന്ന ഡോക്ടറുടെ കാൽപാദത്തിലേക്ക് തലകുനിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു, ഈ ഒരു ദുർബോധനം തന്നുപോയ ഈ ഒരു ദുഷിച്ച മനസ്സിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തണമെന്ന് തേങ്ങിക്കോ മുമ്പിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുകയാണ്. മണ്ണാർക്കാട് പരിശുദ്ധ റമളാനില് ഇസ്ലാമിക് സെന്ററിന്റെ സംസ്ഥാനതല KSSFന്റെ അനുഗ്രഹീതമായ പ്രോഗ്രാമിന്റെ സ്വർഗത്തിന്റെ വേദിയിൽ കടന്നിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരുടെയും കുടുംബത്തിൽ ഇങ്ങനെ ഒരു ധ്വര വളർന്നു വരുന്ന ഒരു കുട്ടിയുണ്ടോ എന്ന് നിങ്ങൾ ഗൗരവത്തോടെ ചിന്തിക്കുക. 2 ആളുകൾ മണ്ണാർക്കാട് ഒരുമിച്ച് കൂടുമ്പോ, ഒരു പ്രസ്ഥാനം ഒരുമിച്ച് കൂടുമ്പോ, 10 ആളുകൾ ഒരുമിച്ച് സംഭാഷണം നടത്തുമ്പോ അവരിൽ ഒരാൾക്ക് ഈ ഒരു ദുർചിന്തയുടെ തീജ്വാലകൾ ആളിപ്പടരുന്ന ഹൃദയാന്തരത്തിന്റെ ഉടമയായിട്ട് മാറാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ഗൗരവത്തോടെ ചിന്തിക്കുക. എവിടെയെങ്കിലും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിപ്പോയാൽ അവിടെ നമ്മുടെ കുടുംബം ഇല്ലാതാവുകയാണ്, അവിടെ നമ്മുടെ പ്രസ്ഥാനങ്ങൾ നശിക്കുകയാണ്, അവിടെ നമ്മുടെ നന്മയെന്ന് പറയുന്ന നന്മയുടെ പൂക്കാലം മുഴുവനും കത്തിക്കരിഞ്ഞ് ചാരമാവുകയാണ്. ഒരിക്കലും വരാൻ പാടില്ലാത്ത ദുർചിന്തകൾ നമ്മുടെ മനസ്സിന്റെ അകത്തേക്ക് കടന്നു വരുമ്പോ ആ ദുർചിന്തകൾക്ക് വാതിലടച്ചു വെച്ചുകൊണ്ട് അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ എന്ന അനുഗ്രഹത്തിന്റെ മഗ്ഫിറത്തിന്റെ പേമാരി പെയ്തിറങ്ങുന്ന പരിശുദ്ധ റമളാനിന്റെ 2ാമത്തെ പത്തിൽ പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിക്കാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ആഹ്വാനം ചെയ്യുമ്പോ മനസ്സിനേറ്റുപോയ രോഗം, മനസ്സിന്റെ വെളിച്ചത്തെ കെടുത്തിക്കളഞ്ഞ് കുറ്റാങ്കുറ്റിരുട്ടിൽ തന്റെ പ്രിയപ്പെട്ട മാതാവിനെ പോലും മാനഭംഗപ്പെടുത്താൻ മടിയില്ലാത്ത മക്കള് കേരളത്തിന്റെ അകത്തളത്ത് വളർന്നു വന്നുകൊണ്ടിരിക്കുമ്പോ സ്നേഹബന്ധമെന്തറിയാത്ത, സാഹോദര്യമെന്തെന്നറിയാത്ത, ബന്ധത്തിന്റെ നിലയറിയാത്ത, തിന്നാനും കുടിക്കാനും രസിക്കാനും സുഖിക്കാനും ആനന്ദിക്കാനും ആഹ്ലാദിക്കാനും ആറാടാനുമല്ലാതെ സ്വന്തം മുമ്പിൽ കാണുന്ന രസങ്ങളെ മനസ്സിലേക്ക് ആവാഹിച്ചെടുക്കുക എന്ന ചിന്തയ്ക്കല്ലാതെ, നന്മയ്ക്ക് സ്ഥാനം കൊടുക്കാറ്, സ്നേഹത്തിന് വില കൊടുക്കാറ്, കാടത്തം വരവിച്ചവരെ പോലെ മൃഗങ്ങളെ പോലെ അതപ്പതിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ നന്മയിലേക്ക് വെളിച്ചം വീശാൻ നമ്മൾ മടങ്ങി വരണം. എങ്ങനെയാണ് നന്മയിൽ വെളിച്ചം വീശുക? ഉപരിവിപ്ലവത്തിന്റെ ആരാധനയുടെ അടയാളങ്ങൾ കൊണ്ടല്ല. ആയിരക്കണക്കിന് പരിശുദ്ധ റമളാനിന്റെ രാത്രികളിൽ ആയിരക്കണക്ക് സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് നെറ്റിപ്പടത്തിൽ സുജൂദിന്റെ അടയാളങ്ങൾ പെയ്തിറങ്ങുമ്പോ ആ നെറ്റിപ്പടത്തിൽ പതിഞ്ഞിരിക്കുന്ന മണൽപ്പെരികളെ തുടച്ചു മാറ്റിയിട്ട് നെഞ്ചു വിരിച്ചുകൊണ്ട് ഞാനൊരു മുസൽമാനാണെന്ന് പറയുന്ന ഉപരിവിപ്ലവത്തിന്റെ അടയാളങ്ങളല്ല. 1 ലക്ഷവും 2 ലക്ഷവും 10 ലക്ഷവും തസ്ബീഹിന്റെ മാലകളെ മറിച്ചിട്ട് കൈവിരൽ തുമ്പുകളിൽ തഴമ്പ് വന്ന ആരാധനയുടെ അടയാളങ്ങളല്ല. എവിടെയും സ്ഥാനമാനങ്ങൾ കിട്ടുന്നതിനു വേണ്ടി, പേരും പെരുമയും കിട്ടുന്നതിനു വേണ്ടി ആരാധനയുടെ അടയാളങ്ങളിലേക്ക് കടന്നു വന്ന് കൊതിയോടെ കാത്തിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ടൊരിക്കലും വാരിയെല്ലുകൾ കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്ന നമ്മുടെ ഹൃദയാന്തരത്തിലേക്ക് വെളിച്ചം പകർത്താൻ കഴിയുകയില്ല. കേവലം അങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഈ പരിശുദ്ധ റമളാനിന്റെ 10 ദിവസമല്ല, കഴിഞ്ഞുപോയ വർഷങ്ങളുടെ അനുഗ്രഹത്തിന്റെ പരിശുദ്ധ റമളാനിന്റെ 10,000കണക്കിന് ദിവസങ്ങൾ കടന്നുപോയാൽ ശരീരത്തിന്റെ അടയാളങ്ങൾക്കപ്പുറം മനസ്സിലേക്ക് വെളിച്ചം പകർന്നു തരാൻ ഒരിക്കലും ആ അനുഗ്രഹത്തിന്റെ രാത്രങ്ങൾക്ക് സാധ്യമല്ല. അതിൽ നിന്ന് വിപരീതമായി ആ മനസ്സിലേക്കൊരു വെളിച്ചത്തെ കൊണ്ടുവരാൻ, ആ മനസ്സിലേക്കൊരു പ്രകാശത്തെ കൊണ്ടുവരാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് സാധിക്കണം. അതിനെവിടെയാണ് ആദ്യമായി വെളിച്ചം വരുത്തേണ്ടത്? അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന അൽ ഖൽബു മൽക്കുൻ, ഹൃദയമെന്ന് പറഞ്ഞാൽ
മനസ്സെന്ന് പറഞ്ഞാൽ, ഹൃദയമെന്ന് പറഞ്ഞാൽ അതൊരു രാജാവാണ്. വലഹു ജുനൂദൻ വഇദാ സലഹൽ മലികു സലഹത്ത് ജുനൂദുഹു. ആ രാജാവിന് ഒരുപാട് സൈന്യങ്ങളുണ്ട്. ആ രാജാവ് നന്നായാൽ സൈന്യങ്ങൾ നന്നാകുന്നതാണ്. വഇദാ ഫസദത് ജുനൂദുഹു. ആ രാജാവ് വൃത്തികെട്ടവനായാൽ, ആ രാജാവ് മോശക്കാരനായാൽ രാജാവിന്റെ സൈന്യങ്ങൾ മുഴുവനും മോശക്കാരനാകുന്നു. അല്ലാഹുവിന്റെ റസൂൽ നിർത്തുന്നില്ല. ആ ഹൃദയമാകുന്ന രാജാവിന്റെ സൈന്യങ്ങളെ സംബന്ധിച്ച് പറയുന്ന വല്ലുദുനാന് കമ്മുൽ വല്ലൈനാനി മസ്ലിഹത്തിൽ വല്ലിസാന് തർജുമാനുൽ വല്യദാനി വല്യദാനി ജനാഹാനി വരിജലാനി വരീദനെന്ന് വിശദീകരിച്ച് ആ രാജാവാകുന്ന ഹൃദയത്തിന്റെ അനുചരന്മാരെ സൈന്യങ്ങൾ ത്വാഹ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശദീകരിക്കുകയാണ്. എങ്ങനെയാണ് ആ രാജാവാകുന്ന മനസ്സിനെ ഒന്ന് നന്നാക്കിയെടുക്കുക? നാം നിലത്തേക്ക് സമർപ്പിക്കുന്ന സുജൂദിന്റെ സുബ്ഹാന റബ്ബിയൽ അലാ വബിഹംദിഹി എന്ന അനുഗ്രഹത്തിന്റെ സ്തുതിപാഠങ്ങൾ എങ്ങനെയാണ് വാരിയല്ലുകൾ കൊണ്ട് മൂടപ്പെട്ട കേവലം 350 ഗ്രാം മാത്രം ഭാരമുള്ള ഒരു മുഷ്ടി ചുരുട്ടി വെച്ചാൽ എത്രയാണോ അത്രയുള്ള നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് വല്ലാത്ത സ്വാധീനം ചെലുത്തുന്നത് എങ്ങനെയാണ്? ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി കരമുയർത്തി വെക്കുമ്പോ റബ്ബന ആതിന എന്ന് പറയുന്നതോടൊപ്പം അവന്റെ മനസ്സാമിയും പറയുന്നത് എങ്ങനെയാ? തറാവീഹിന്റെ സമാപന റക്അത്തിന്റെ സുജൂദിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇതെന്റെ ജീവിതത്തിന്റെ അവസാന തറാവീഹിന്റെ റക്അത്താക്കല്ലേ അല്ലാ എന്ന് പറയുമ്പോ മനസ്സ് വിറച്ചു പോകുന്നത് എങ്ങനെയാണ്? അതിനു വേണ്ടിയിട്ടുള്ള വഴി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശദീകരിച്ചു കൊടുക്കുകയാണ്. ഇസ്ലാമിക ചരിത്രത്തിലെ പ്രഥമ യുദ്ധം കഴിഞ്ഞ് ഏറ്റവും വലിയ യുദ്ധം കഴിഞ്ഞ് അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോടൊപ്പം മടങ്ങി വരുമ്പോ മറക്കാൻ കഴിയാത്ത, മുസൽമാന്റെ മനോമുഖരത്തിൽ ഒരിക്കലും അടർത്തി മാറ്റാൻ കഴിയാത്ത, അടർന്നു പോകുന്ന കാൽപാദത്തെ വലിച്ചു കീറി ബദറിന്റെ രണാകണത്തിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് ആയിരക്കണക്കാറ് ഇസ്ലാമിന്റെ ശത്രുക്കളുടെ മുന്നിൽ ഒട്ടിയ വയറും പൊട്ടിയ വാളുമായിട്ട് പൊട്ടിക്കരന്നുകൊണ്ട് തക്ബീറിന്റെ മന്ത്രധ്വനികളുമായി കടന്നു വന്ന 313 പേരെ റമളാൻ 17 മാത്രം മനസ്സിൽ നിറച്ചു വെച്ചാ പോരാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഓരോ വിശ്വാസിയുടെ പ്രഭാതത്തിലും ബദറിന്റെ പ്രഭാതത്തിന്റെ ചിന്തകളും അടങ്ങി വരട്ടെ. ഓരോ വിശ്വാസിയുടെ പ്രദോഷത്തിലും ബദറിന്റെ പ്രദോഷത്തിന്റെ ചിന്താകരണങ്ങൾ കടന്നു വരട്ടെ. അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന് ബദറിന്റെ രണാഘടത്തിന്റെ തലേ രാത്രിയിൽ കണ്ണുനീരിങ്ങനെ പൊട്ടി ഒഴുകിക്കൊണ്ട് പ്രാർത്ഥിക്കുമ്പോ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ തട്ടം പിടിച്ചിട്ട് പറഞ്ഞ അല്ലാഹുവിന്റെ റസൂലേ, അവിടുന്ന് അവസാനിപ്പിക്കുമോ ഈ പ്രാർത്ഥന? ഇത് കാണുമ്പോൾ എനിക്ക് പേടിയാവുകയാ. ഈ പ്രാർത്ഥന കാണുമ്പോൾ എന്റെ മനസ്സ് ഭയന്ന് വിറച്ചു പോവുകയാ. അല്ലാഹുവിന്റെ ഹബീബെ അവിടെ നിന്ന് പ്രാർത്ഥിക്കരുത് ഇങ്ങനെയൊന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞു പോലെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവസാനം അബൂജഹൽ മുത്തുബത്തും ശൈബത്തും എല്ലാം വരണ്ടോടി പോരാ. ഇസ്ലാമിന്റെ ശത്രുക്കളുടെ ശിരസറ്റുപോല കവന്തങ്ങൾ, ഇസ്ലാമിന്റെ ചുണക്കൊട്ടന്മാര് വീറും വാശിയോടും കൂടി അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി മുൻനിരയിൽ നിന്നുകൊണ്ട് തട്ടി ഉരുട്ടുമ്പോ ലഖദ് നസറക്കുമുല്ലാഹു ബിബദരിൻ വഅൻതും അദില്ല, നിങ്ങൾ ഏറ്റവും അധികം കഴിവില്ലാതെ നിസ്സാരന്മാരായി കഴിഞ്ഞുകൂടുന്ന ദിവസത്തിൽ നിങ്ങളെ ഞാൻ സഹായിച്ചോ എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുമ്പോ ആ സന്തോഷത്തിന്റെ ഏറ്റവും വലിയ യുദ്ധം കഴിഞ്ഞ് സഹാബികൾ മടങ്ങി വരുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സന്തോഷഭരിതരായി നിൽക്കുന്ന പ്രിയപ്പെട്ട സച്ചരിതരായ സഹാബത്തിന്റെ മുഖകമലം നോക്കിയിട്ട് പറയുകയാ, റജഅത്തും മിനൽ ജിഹാദിൽ അസ്ഗരി ഇലൽ ജിഹാദിൽ അക്ബരി, നിങ്ങളിപ്പോൾ കഴിഞ്ഞു വരുന്നത് ചെറിയ യുദ്ധമാണ്, നിങ്ങളിപ്പോൾ കഴിഞ്ഞു വരുന്നത് ചെറിയ യുദ്ധമാണ്. സഹാബികൾ അത്ഭുതപ്പെട്ടു പോയി, യാ റസൂലല്ലാഹ്, ബദർ ചെറിയ യുദ്ധമാണോ? ഏറ്റവും വലിയ ഇസ്ലാമിന്റെ ശത്രുക്കളുടെ ശിരസത്യ പോലെ കബന്ധങ്ങളെ തട്ടി ഉരുട്ടിയ ബദറിന്റെ മണ്ണിൽ നിന്ന് തക്ബീർ മുഴക്കിയിട്ട് മടങ്ങി വന്ന ആ പ്രിയപ്പെട്ട സഹാബികൾ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്ന, നബിയേ, ഇതിലും വലിയൊരു യുദ്ധമുണ്ടോ നബിയേ? ഇതിലും വലിയൊരു യുദ്ധമുണ്ടോ നബിയേ? പാവപ്പെട്ട പട്ടിണി പാവങ്ങളാര 313 പ്രിയപ്പെട്ട സഹാബികൾ തുരുമ്പെടുത്ത വാളുമായിട്ട് പൊട്ടിയ പരിചയമായിട്ട് ആവേശമുള്ള മനസ്സോടുകൂടി ഹസ്ബുനല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ചാടിയിറങ്ങിയ ആ ബദറിനെക്കാളും ഒരു വലിയ യുദ്ധമുണ്ടോ നബി എന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ എന്ന് പറഞ്ഞ യുദ്ധം എന്തിനുള്ളതാ? ബദറിനെക്കാളും ഒരു വലിയ യുദ്ധം എന്തിനുള്ളതാ? വാരിയല്ലുകൾ കൊണ്ട് മൂടപ്പെട്ട മനസ്സിന്റെ ഉള്ളിലേക്ക് നിന്റെ പ്രകാശത്തെ, ഈമാനിന്റെ ഹിദായത്തിന്റെ ആ പ്രകാശത്തെ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള യുദ്ധമായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സഹാബത്തിന് പറഞ്ഞു കൊടുത്തില്ലേ, മനസ്സിലേക്ക് വെളിച്ചം കൊണ്ടുവരുന്ന ഹിദായത്തിന്റെ പ്രകാശം കൊണ്ടുവരുന്ന ഒരു യുദ്ധമുണ്ട് പ്രിയപ്പെട്ട സഹാബ
സഹാബികള്, അത് ശരീരത്തിനോടുള്ള ജിഹാദാ, അത് ശരീരത്തിനോടുള്ള ജിഹാദാ, അത് ശരീരത്തിനോടുള്ള ജിഹാദാ. ഇത് പറഞ്ഞ മുത്തായ തങ്ങളൊരുക്കോ അല്ലാഹുവിന്റെ റസൂലൊരുക്കൽ സഹാബത്തിന്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട് പറയുകയാണ്, ആവേശത്തോടെ ഇൽമിന്റെ മനോഹരമായ തീരത്ത് വന്നിരിക്കുന്ന സഹാബത്തിനോട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുക്കുകയാ, യത്ലഉ അലൈക്കുമുല്ലാന, ഈ സമയത്ത് ഇപ്പോൾ ഒരു മനുഷ്യൻ നിങ്ങളിലേക്ക് കടന്നു വരാ പോവുകയാ, മിൻ അഹ്ലിൽ ജന്ന, അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന, അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന ഒരു മനുഷ്യൻ ഇപ്പൊ കടന്നു വരുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് പറയുമ്പോ ഫത്വല റജുലുൻ മിനൽ അൻസാർ, അൻസാരികളിൽപ്പെട്ട ഒരു മനുഷ്യൻ ഇങ്ങനെ കടന്നു വരികയാ, സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന, സ്വർഗത്തിന്റെ അർഹതപ്പെട്ട ഒരു മനുഷ്യൻ കടന്നു വരുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുമ്പോ പ്രിയപ്പെട്ട സഹാബികൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന, ആരാണ് പടച്ചവനേറ്, ആരാണ് പടച്ചവനേറ്, ഈ പരിശുദ്ധമായ മണ്ണിലിരുന്നുകൊണ്ട് സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന ഒരു മനുഷ്യന് കടന്നു വരുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണ് പടച്ചവനേറെന്ന് കാത്തിരിക്കുന്ന സഹാബത്തിന്റെ മുന്നിലേക്ക് അൻസാരികളിൽപ്പെട്ട ഒരു മനുഷ്യൻ കടന്നു വരികയാണ്. വല്ലാതെ പ്രത്യേകതകളൊന്നുമില്ല, പ്രത്യേകിച്ച് അടയാളങ്ങളൊന്നുമില്ല, സാധാരണക്കാരനായ മനുഷ്യൻ കടന്നു വരികയാ. മുത്തുനബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്ത ആ സഹാബിയെ കുറിച്ച് അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, തംദിഫു ലിഹിയതഹു മിൻ വുളൂഇഹി, ആ മനുഷ്യന്റെ താടിരോമത്തില് വുളുവെടുത്തതിന്റെ വെള്ളമിനും ഇങ്ങനെ മിനുങ്ങുകയാണ്. ആ മനുഷ്യന്റെ താടിരോമത്തില് വുളുവെടുത്ത വെള്ളമിനും ഇങ്ങനെ മിനുങ്ങുകയാണ്. ഖദ് തഅല്ലഖന അലൈഹി ഫി യദി ശിമാൽ, ആ മനുഷ്യന്റെ ചെരുപ്പ് ഇടത്തെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിരിക്കുകയാ. ഇടത്തെ കയ്യിൽ ചെരുപ്പ് പിടിച്ചിട്ട് താടിയിൽ വുളുവിന്റെ വെള്ളമിനും മിനുങ്ങുന്ന അൻസാരികളിൽപ്പെട്ട ഒരു മനുഷ്യനിങ്ങനെ കടന്നു വരികയാണ്. ഒരു പ്രത്യേകതകളും വേറെ കാണാനില്ല. ഈ മനുഷ്യന് സ്വർഗം കിട്ടണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വർഗത്തിലാണെന്ന് പറയാൻ മാത്രമുള്ള വിലപിടിപ്പുള്ള ഒരു പ്രത്യേകതകളും കാണാൻ കഴിയാതെ സഹാബികൾ അത്ഭുതപ്പെടുമ്പോ ഫലമാക്കാനൽ വുദൂ, രണ്ടാമത്തെ ദിവസമാവുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, സ്വർഗത്തിൽ പോകുന്ന മനുഷ്യനെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരട്ടെയോ? വീണ്ടും സഹാബികൾ ഇങ്ങനെ കാത്തിരിക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ അത് പറഞ്ഞു, ആദ്യത്തെ ദിവസം കടന്നു വന്നതുപോലെ തന്നെ രണ്ടാമത്തെ ദിവസവും അതേ മനുഷ്യൻ കടന്നു വരികയാണ്. ആദ്യത്തെ ദിവസം കടന്നു വന്നതുപോലെ രണ്ടാമത്തെ ദിവസവും അതേ മനുഷ്യൻ തന്നെ കടന്നു വരികയാണ്. സഹാബികൾ അത്ഭുതപ്പെടുകയാണ്. മൂന്നാമത്തെ ദിവസമാവുകയാണ്. മുത്തുനബി തങ്ങൾ ചോദിക്കുകയാ, സ്വർഗത്തിലേക്ക് പോകുന്ന മനുഷ്യനെ ഞാൻ കാണിച്ചു തരട്ടെ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതുപോലെ ആദ്യത്തെ ദിവസം കടന്നു വന്ന അതേ രൂപഭാവത്തോടെ രണ്ടാമത്തെയും മൂന്നാമത്തെയും ദിവസം ആ മനുഷ്യൻ ഇങ്ങനെ കടന്നു വന്നപ്പോ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു എഴുന്നേൽക്കുകയാണ്. എന്തെന്നറിയണമല്ലോ, ആരാണ് ഈ മനുഷ്യരെന്നറിയണമല്ലോ. അല്ലാഹുവിന്റെ റസൂൽ സ്വർഗം കൊടുക്കുമെന്ന് പറഞ്ഞെങ്കിൽ എന്തേ സ്വഭാവമെന്നറിയണമല്ലോ, എന്തേ ആരാധനയുടെ ചൈതന്യമെന്നറിയണമല്ലോ, ആരാധനയുടെ കണക്കറിയണമല്ലോ. അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു എഴുന്നേൽക്കുകയാണ്. ഈ പ്രിയപ്പെട്ട സഹാബിയോടൊപ്പം പോവുകയാണ്. പറയുകയാണ്, കൂട്ടുകാരോ, എനിക്കിനി വീട്ടിലേക്ക് പോകാൻ കഴിയില്ല, അതുകൊണ്ട് 3 ദിവസം എനിക്ക് നിങ്ങളോട് താമസിക്കണമെന്ന് അനുവാദം വാങ്ങുകയാ. അനുവാദത്തോടുകൂടി ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു കഴിഞ്ഞുകൂടുകയാണ്. 3 ദിവസം താമസിക്കുകയാണ്. ഒരു പ്രത്യേകതയും കാണുന്നില്ല. പാതിരാ സമയത്ത് നെറ്റിത്തടം പൊട്ടുന്നത് വരെ സുജൂദ് ചെയ്യുന്നില്ല. തൊണ്ടയടഞ്ഞു പോകുന്നത് വരെ ഖുർആൻ ഓതുന്നില്ല. തളർന്ന് വീഴുന്നത് വരെ തസ്ബീഹ് ചൊല്ലുന്നില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഈ മനുഷ്യൻ അല്ലാഹുവിന്റെ റസൂൽ സ്വർഗമുണ്ടെന്ന് പറഞ്ഞതറിയില്ല. അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു തആല അൻഹു ആ മനുഷ്യന്റെ മുമ്പിലേക്ക് വരികയാണ്.
വന്നിട്ട് ചോദിക്കുകയാ എന്തേ കാരണമെന്നറിയില്ല, പറഞ്ഞു തരുവോ 3 ദിവസവും അല്ലാഹുവിന്റെ റസൂൽ നിങ്ങൾക്ക് സ്വർഗമുണ്ടെന്ന് പറഞ്ഞല്ലോ. ഞാനിവിടെ വന്നത് നിങ്ങളെ പഠിക്കാനാണ്. ലിയൻളുറമാ വിശുദ്ധ റമളാൻ, വിശുദ്ധിയുടെ വിരുന്നുകാലം. വിശുദ്ധ ബദറിന്റെ വീരസ്മരണകൾ ഉറങ്ങുന്ന പുണ്യമാസം, വിശുദ്ധ ഖുർആൻ അവതീർണമായ മാസം. നരകവാതിലുകൾ അടച്ച് സ്വർഗവാതിലുകൾ മലർക്കെ തുറന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യകുലത്തിന് അനുഗ്രഹമായി സമ്മാനിച്ച വിശുദ്ധ റമളാൻ ആഗതമായി. സത്യവിശ്വാസികളുടെ മനസ്സിൽ ആത്മീയ അനുഭൂതിയുണർത്തി സർവശക്തനായ നാഥന്റെ കാരുണ്യവർഷമായി വിശുദ്ധ റമളാൻ. ഈ പുണ്യമാസത്തിൽ KICR SKSSF കേരള ഇസ്ലാമിക് ക്ലാസ് റൂം ശ്രോതാക്കൾക്കായി ഒരുക്കുന്ന വൈജ്ഞാനിക വിരുന്ന് ബാബുർ റയ്യാൻ. സൗദി സമയം രാത്രി 10 മണിക്ക്, UAE സമയം രാത്രി 11 മണിക്ക്. സുഖലോക സുവർഗത്തിൻ കവാടം റയ്യാൻ, സുഹൃതങ്ങളിലേറ്റി റമളാൻ കനിഞ്ഞതയ്യാൻ, അടിയാകൾ കൂടയവൻ പൊറുക്കും കാലം. ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന റമളാൻ ക്യാമ്പയിൻ ഉസ്താദ് അബ്ദുസ്സലാം ബാക്കവി, അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ്, MT അബൂബക്കർ ദാരിമി, അബ്ദുൽ ഗഫൂർ അൻവരി, സലീം ഫൈസി ഇർഫാനി, അബ്ദുൽ ജലീൽ ദാരിമി, അച്ചൂർ ഫൈസി, അബ്ദുൽ മജീദ് ഹുദവി, അലവിക്കുട്ടി ഹുദവി മുണ്ടമ്പറമ്പ്, ഫൈസൽ നിയാസ് ഹുദവി കൊല്ലം, അബ്ദുൽ ബാരി ഹുദവി, സൽമാൻ അസ്ഹരി, ശംസുദ്ദീൻ ഫൈസി, മുസ്തഫ ഹുദവി തുടങ്ങി കേരളത്തിലും പ്രവാസ ലോകത്തുമുള്ള പ്രഗത്ഭ പണ്ഡിത നിര നേതൃത്വം നൽകുന്ന പഠന പ്രഭാഷണങ്ങൾ ബാബുർ റയ്യാൻ. സൗദി സമയം രാത്രി 10 മണിക്ക്, UAE സമയം രാത്രി 11 മണിക്ക്. ഉന്നതിനങ്ങളെടുത്തുപവാസം എണ്ണിയതിൻ പകലിൽ ഒരു മാസം, നിന്ന് തൊടുതിരവില്ലതിനേശം ദേശത്താലീലാതിങ്കൽ ലയിക്കും നേരം. ഓൺലൈൻ ദഅ്വാരംഗത്തെ ചരിത്രം തിരുത്തിക്കുറിച്ച നൂറുൻ അലാ നൂർ, ബുഷ്റാക്കുമുൽ യൗം എന്നീ പ്രത്യേക പരിപാടികൾക്ക് ശേഷം KICR SKSSF കേരള ഇസ്ലാമിക് ക്ലാസ് റൂം സമർപ്പിക്കുന്ന വൈജ്ഞാനിക വിരുന്ന് ബാബുർ റയ്യാൻ റമളാൻ പ്രത്യേക പരിപാടി. സൗദി സമയം രാത്രി 10 മണിക്ക്, UAE സമയം രാത്രി 11 മണിക്ക്. 1000 മാസത്തിലേറെ തവാബ്, 1000 തുണ തേടി ജവാബ്, ലൈലത്തുൽ ഖദ്റിൻ തിരുരാവ്, നാഥന്റെ കാരുണ്യം പെയ്തിറങ്ങും രാവ്, നാസുത്തോടാടുത്തം ഇറങ്ങും രാവ്. ഈ പുണ്യമാസത്തിൽ ലോകത്തെങ്ങുമുള്ള മലയാളി സമൂഹം കാത്തിരിക്കുന്ന ഏറ്റവും മഹത്തായ വൈജ്ഞാനിക സദസ്സ് ബാബുർ റയ്യാൻ റമളാൻ പ്രത്യേക പരിപാടി. KICR SKSSF കേരള ഇസ്ലാമിക് ക്ലാസ് റൂം സമർപ്പിക്കുന്നു ബാബുർ റയ്യാൻ. സൗദി സമയം രാത്രി 10 മണിക്ക്, UAE സമയം രാത്രി 11 മണിക്ക്. തടീസ്ഫുടം ചെയ്ത് ലക്ഷം സിറാത്ത് മനസ്സിൽ നിനയ്ത്ത് തക്കവ ആവ് കൊതിച്ചക നോമ്പ്, നോമ്പിന്റെ ആകലക്കാരെ വിളിക്കും നാളെ.
വിശുദ്ധ റമളാൻ വിശുദ്ധിയുടെ വിരുന്നുകാലം. വിശുദ്ധ ബദറിന്റെ വീരസ്മരണകൾ ഉറങ്ങുന്ന പുണ്യമാസം. വിശുദ്ധ ഖുർആൻ അവതീർണമായ മാസം. നരകവാതിലുകൾ അടച്ച് സ്വർഗവാതിലുകൾ മലർക്കെ തുറന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യകുലത്തിന് അനുഗ്രഹമായി സമ്മാനിച്ച വിശുദ്ധ റമളാൻ ആഗതമായി. സത്യവിശ്വാസികളുടെ മനസ്സിൽ ആത്മീയ അനുഭൂതിയുണർത്തി സർവശക്തനായ നാഥന്റെ കാരുണ്യവർഷമായി വിശുദ്ധ റമളാൻ. ഈ പുണ്യമാസത്തിൽ KICR SKSSF കേരള ഇസ്ലാമിക് ക്ലാസ് റൂം ശ്രോതാക്കൾക്കായി ഒരുക്കുന്ന വൈജ്ഞാനിക വിരുന്ന് ബാബുർ റയ്യാൻ. സൗദി സമയം രാത്രി 10 മണിക്ക്, UAE സമയം രാത്രി 11 മണിക്ക്. സുഖലോക സുവർഗത്തിൻ കവാടം റയ്യാൻ. അവിടെ ഹൃദയത്തിന്റെ പ്രകാശത്തെ വ്യക്തമാക്കിയിട്ട് ഏറ്റവും അധികം ഹൃദയത്തെക്കുറിച്ച് ലോകത്ത് അവതരിപ്പിച്ച പറയുന്ന മഹാനുഭാവന്റെ ഗ്രന്ഥത്തിൽ പറയുന്നു, വിശുദ്ധ റമളാൻ വിശുദ്ധിയുടെ വിരുന്നുകാലം. വിശുദ്ധ ബദറിന്റെ വീരസ്മരണകൾ ഉറങ്ങുന്ന പുണ്യമാസം. വിശുദ്ധ ഖുർആൻ അവതീർണമായ മാസം. നരകവാതിലുകൾ അടച്ച് സ്വർഗവാതിലുകൾ മലർക്കെ തുറന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യകുലത്തിന് അനുഗ്രഹമായി സമ്മാനിച്ച വിശുദ്ധ റമളാൻ ആഗതമായി. സത്യവിശ്വാസികളുടെ മനസ്സിൽ ആത്മീയ അനുഭൂതിയുണർത്തി സർവശക്തനായ നാഥന്റെ കാരുണ്യവർഷമായി വിശുദ്ധ റമളാൻ. മനസ്സിലാക്കണം കേട്ടോ. നമ്മുടെ ശരീരം എങ്ങനെയാണ്, നമ്മുടെ ശരീരം എങ്ങനെയാണ്, എത്ര വിവാദത്തെ ചെയ്താലും മനസ്സിൽ തട്ടിയില്ലെങ്കില്, എത്ര സൽക്കർമ്മങ്ങൾ ചെയ്താലും മനസ്സിൽ തട്ടിയില്ലെങ്കില് മനസ്സിങ്ങനെ പോവുകയാണ്, കുട്ടികളിലേക്ക് നമ്മുടെ മനസ്സിങ്ങനെ പോവുകയാണ്. അല്ലാഹുവിനെ കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹുവിനെ കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് ഒന്നാമത്തെ വിശദീകരണത്തിൽ അല്ലാഹുവിന്റെ പരിശുദ്ധമാണ്. ദുർനേജസ്സുകൾ കൊണ്ട് വേറെപ്പെട്ടതോടെ മനസ്സ്, ദുർചിന്തകളെ കൊണ്ട് വേറെപ്പെട്ടതോ മനസ്സ്, അതാണ് ഒന്നാമത്തെ മനസ്സ്. ആ മനസ്സിന്റെ ഉടമയാകല്ലേ, ആ മനസ്സിന്റെ ശക്തിയാകല്ലേ. പിറന്നു വീഴുമ്പോഴേ അങ്ങനെ കുറെ ദുർഗുണങ്ങളുമായിട്ടല്ല
തന്നെ പിറന്നു വീഴുന്നത്. പിന്നെ എവിടെയാണ് ആ മനസ്സിലേക്ക് പ്രകാശം, എവിടെയാണ് ആ മനസ്സിലേക്ക് പ്രകാശം എടുത്തിട്ട് ജോലിയത്തിന്റെ ഇവരത്തേലിന്റെ ഗുരുവേദത്തെ കുത്തിരിട്ടുവന്ന് പതിക്കുന്നതെന്നറിയോ? പിറന്നിരിക്കുന്ന മനസ്സിൽ അസൂയയില്ല, അഹങ്കാരമില്ല, അഹങ്കാരമില്ല, വികാരമില്ല, ഒന്നുമില്ല. നിങ്ങളോരോരുത്തരും പിറന്നിരിക്കുന്നു, നിങ്ങളോരോരുത്തരും പിറന്നുണ്ടോ യാതൊരു കുറുകൾ പറയുകയാണ് ശുദ്ധമായ പ്രകൃതിയിലുള്ളത്. പിന്നെ എങ്ങനെയാണ് നശിച്ചു പോകുന്നത്? പിന്നെ എങ്ങനെയാണ് നശിച്ചു പോകുന്നത്? അല്ലതീ മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് ആ പ്രകാശത്തിലേക്ക് കടന്നു വരുന്നത് അവരാണ് ശൈത്താൻ. നല്ല മനസ്സോടുകൂടി തന്നെ എല്ലാവരും പിറന്നു വീഴുന്നത്. എല്ലാവരും നല്ല മനസ്സോടുകൂടി തന്നെയാണ് പിറന്നു വീഴുന്നത്. അഡോൾഫിന്റെ നല്ല മനസ്സില ലോകത്തിന്റെ നാനാഭാഗത്ത് ആയിരക്കണക്കിന് മനുഷ്യമക്കളെ വ്യക്തികൾക്ക് ചുട്ടുകരിച്ചതല്ല. അപാലികന്മാരി മുഴുവൻ പിറന്നു വീഴുന്നത് നല്ല മനസ്സോടുകൂടി തന്നെയാ. പക്ഷേ ശപിക്കപ്പെട്ട ഇബ്ലീസുൽ ലഈൻ നമ്മുടെ മനസ്സിലേക്ക് ഏറിയിട്ട് ചായശാട്ടം ഉണ്ടാക്കുകയാണ്. ഒരു കുഞ്ഞ് പിറന്നു വീണാൽ, എനിക്കൊരു കുഞ്ഞ് പിറന്നാൽ, നിങ്ങൾക്കൊരു കുഞ്ഞ് പിറന്നാൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന ഒരു കുഞ്ഞ് പിറന്നു വീഴുമ്പോ ശൈത്താന്റെ സ്പർശനമേറ്റുകൊണ്ട് ആ കുഞ്ഞിനകത്ത് നിലനിൽക്കുമെന്ന് മുത്തനബി മുഹമ്മദ് മുസ്തഫ. ഒരു കുഞ്ഞ് പിറക്കുമ്പോ ശൈത്താന്റെ സ്പർശനമേറ്റുകൊണ്ട് ആ കുഞ്ഞ് കിടന്ന് നിലവിളിക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ. ആർക്കും കുഞ്ഞു പിറന്നാലും മക്കളിൽ ലോകത്ത് 2 കുഞ്ഞുങ്ങൾക്ക് ശൈത്താന്റെ സ്പർശനം ഉണ്ടായിട്ടില്ല എന്ന് ഊഹിക്കുക നബി മുഹമ്മദ് മുസ്തഫ. 2 കുഞ്ഞുങ്ങൾക്ക് ഉണ്ടായിട്ടില്ല ശൈത്താന്റെ സ്പർശനം. ഒരു കുഞ്ഞുങ്ങൾക്കാണ് പറയാൻ പറ്റും, അറിയോ? 2 കുഞ്ഞുങ്ങൾക്ക് ശൈത്താന്റെ സ്പർശനം ഉണ്ടായിട്ടില്ല. ആളുകൾ വീഴുമ്പോൾ സഹിക്കണം. കാരണം ഒരു വലിയ പ്രസ്ഥാനത്തിന്റെ പ്രോഗ്രാമാണ്. അവരാൽ കഴിയുന്ന വിധത്തിൽ ഒരു വലിയ പദ്ധതികളൊക്കെ ഇത്രയെങ്കിലും വൃത്തിയാക്കി കിട്ടിയതല്ല അൽഹംദുലില്ലാഹ് വലിയ ഭാഗ്യം. ഒരുപാട് പേര് നനയുന്നുണ്ട്, ഞാനും ഇടയ്ക്കിടയ്ക്ക് നനയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങളോടൊപ്പം ഞാനുള്ളത് കൊണ്ട് ഒറ്റപ്പെടുന്നില്ല. ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് എന്തെങ്കിലുമൊക്കെ വഴി ചെയ്യാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ പ്രസ്ഥാനത്തിന് വേണ്ടി തോന്നി നടക്കുന്ന പ്രിയപ്പെട്ട ഗുരുവര്യന്മാർ എത്രയോ ദിവസങ്ങളായി ഇവിടുത്തെ ബില്ലും കൂടെ ഇൻഷാ അല്ലാഹ് ശരിയാക്കാനുള്ള തീരുമാനത്തിലാണ് ഓടി നടക്കുന്ന പ്രിയപ്പെട്ട ഉസ്താദുമാർ. അൽഹംദുലില്ലാഹ് അവരുടെ ഞാൻ തോറ്റുപോവുകയാണ്. കാരുണ്യവാനായ പടച്ചതമ്പുരാൻ എല്ലാ വിജയങ്ങളും എല്ലാ നന്മകളും ആ പ്രിയപ്പെട്ട പണ്ഡിതന്മാർക്കുള്ള തിരിഞ്ഞു കൊടുക്കുമാറാകട്ടെ. 2 കുട്ടികളെ ഇബ്ലീസ് സ്പർശിച്ചിട്ടില്ല. അതിനൊരു കാരണവുമുണ്ട്. വെറുതെ സ്പർശിക്കാത്തതല്ല, അതിനൊരു കാരണവുമുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരൊക്കെ ശരിക്കും പഠിച്ചു വരും. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, മാമിൻ ബനി ആദം ഹുദൂദില്ല യഖുസു ശൈത്താൻ ദീന യൂറദു ബിസ്സബീൽ സാലിഹും മിൻ മസീ ശൈത്താൻ. ഒരു കുഞ്ഞി പിറന്നിരുന്നോ എന്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ തൊട്ടിട്ടില്ല. ശരീരഭാഗത്ത് ഇവരിൽ കൊണ്ട് തൊട്ടിട്ടില്ല. ബാക്കിയുള്ള എല്ലാ മക്കളും പ്രസന്നമേറ്റുകൊണ്ട് അത്തരത്തിക്കുമായിരുന്നു അത്തരത്തിക്കുമെന്നുള്ളതാണ്. മറിയം ബീവി എന്തുകൊണ്ട് തൊട്ടില്ല? ഈസാനബി എന്തുകൊണ്ട് തൊട്ടില്ല? മറിയം ബീവിയുടെ ഉമ്മയാരാ? മറിയം ബീവിയുടെ ഉമ്മയാരാ? അന്നത്ത് ബീവിയാണ്. മറിയം ബീവിയുടെ
പിറന്നേടുമ്പോ ആ പ്രിയപ്പെട്ട ഹജ്ജത്തിനീര് ചെയ്തവരുള്ള അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. മറിയം ബീവി പിറക്കുമ്പോ മറിയം ബീവിയുടെ പ്രിയപ്പെട്ട ഉമ്മയായ ഹജ്ജത്തിനീര് ആ പ്രിയപ്പെട്ട മറിയമിലേക്ക് ഒരു ദുആ എടുക്കുന്നുണ്ട്. ആ ദുആ ഏതെങ്കിലും ഒരു വിശ്വാസിയുടെ പ്രിയപ്പെട്ട കുഞ്ഞ് പിറക്കുമ്പോ ആ കുഞ്ഞിന്റെ വലത്തെ ശരീര വാക്കുകളിൽ ചേർന്നിട്ട് ആ ദുആ ഓടിക്കൊടുത്താൽ ആ ശൈത്താന്റെ സ്പർശനമുണ്ടാവില്ല. ആ കുഞ്ഞിന്റെ മനസ്സിലുണ്ടാകാം, ആ കുഞ്ഞിന്റെ മനസ്സിന്റെ വെളിച്ചം നശിപ്പിക്കാം. ഒരിക്കലും ഇംഗ്ലീഷ് കടന്നു വരുമോ അല്ലാതെ റസൂലാ പറയുന്നത്. ആ ദുആ പിടിച്ചോ മണ്ണാൾക്കാരൊന്ന് പെട്ടത്, ആ ദുആ പിടിച്ചോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ. ഈ അടുത്ത സമയത്ത് പത്രത്തിലൂടെ വായിച്ചില്ലേ, കാത്തിരുന്നുകൊണ്ട് തനിക്ക് പിറന്ന കുഞ്ഞിന്റെ ശരീരം വാങ്ങി വിളിക്കാൻ ഓടി വന്നവപ്പ ഒരുപാട് കാലത്തിന് ശേഷം എനിക്ക് അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട കുഞ്ഞിന്റെ വലത്തെ ശരീരം വാങ്ങി വിളിക്കാൻ ഓടി വന്നവപ്പോ ആ കുഞ്ഞിന്റെ ശരീരം വാങ്ങി വിളിച്ചുകൊണ്ടിരിക്കുമ്പോ നെഞ്ചുവേദന കൊണ്ട് അറ്റാക്ക് കൊണ്ട് മരണപ്പെടുകയാണ്. നെഞ്ചുവേദന കൊണ്ട് മരണപ്പെടുകയാ. ഇന്ന് മുമ്പിൽ നിൽക്കുന്ന ചെറുപ്പക്കാരാ, മക്കളൊരു മഹാഭാഗ്യമാണ്. അവരോടൊത്ത് വളരുക, അവരോടൊത്ത് ജീവിക്കുക, അവരോടൊത്ത് സന്തോഷിക്കുക, അവരോടൊത്ത് കളിക്കുക. അത് അല്ലാഹു നമ്മവല്ലാത്ത സൗഭാഗ്യമാണ്. ഇവിടെ വന്ന് ശരീരങ്ങളുടെ വഴക്കത്തുകൊണ്ടല്ലോ നിങ്ങൾക്ക് മാർഗത്തിന്റെ പ്രകാശം നമ്മൾ ഗുരുവന്മാരുടെ പവറുകൊണ്ടല്ലോ. ഈ മഴയത്ത് രണ്ടാമത്തെ പത്തിലെ മണ്ണാർക്കാട് കുരുഗ്രൗണ്ടില് ഒരുമിച്ചോടിയ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് സഹോദരിമാർക്ക് ആരെങ്കിലും മക്കളില്ലാത്തവരുണ്ടെങ്കിലല്ലോ ഈ പ്രോഗ്രാമിൽ വന്നതിന്റെ വഴക്കത്തുകൊണ്ട് അവർക്ക് നീ മക്കളെ കൊടുക്കലയല്ലോ, അവർക്ക് നീ മക്കളെ കൊടുക്കലയല്ലോ. ഓമനിക്കാതെ താരോളിക്കാതെ മുത്തക്കളില്ല, അവർക്ക് നീ സന്തോഷിക്കാൻ അവസരം ഈ മജിലിസിന്റെ വഴക്കത്തുകൊണ്ട് കൊടുക്കണമല്ലോ. അന്നത്തിനാണ് മറിയം ബീവിക്ക് വേണ്ടി അവരുടെ സന്താന പാരമ്പര്യങ്ങൾക്ക് വേണ്ടി വിവാഹിക്കുകയാ. പഠിച്ചോ തന്റെ പ്രിയപ്പെട്ട കുഞ്ഞിന്റെ വലത്തെ ശരീരം വാക്ക് വിളിച്ചു പഠിപ്പിക്കുകയാണ്. അല്ലാഹുവേ ഈ കുഞ്ഞിന്റെ സന്താനങ്ങളെ ശപിക്കപ്പെട്ടവനാണ്, നശിച്ചവനാണ്, ആദ്യോടിക്കപ്പെട്ടവനാണ്. മനസ്സിൽ ത്തിന്റെ വൃദ്ധാവശ്യത്തിലേക്ക് പ്രകാശത്തോടെ സഞ്ചരിച്ച ആ പിശാചിന്റെ ശരണപ്പെട്ട് കാക്കണേ അല്ലാ. പിറന്നു വീഴുന്ന എല്ലാ മക്കളുടെയും വലത്തെ ചെവിയിൽ വാങ്ങു വിളിച്ചു കഴിഞ്ഞ ഉടൻ ഇനി എന്ന ദുആ ചൊല്ലി കൊടുക്കണം. അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന ഇന്ന ശൈത്താനെ മനുഷ്യന്റെ ശരീരത്തിൽ എവിടെയൊക്കെ ബ്ലഡ് സഞ്ചരിക്കുന്നുവോ അവിടെയൊക്കെ ഇബ്ലീസ് സഞ്ചരിക്കുമെന്ന്. നമ്മുടെ ശരീരത്തിൽ എവിടെയൊക്കെ ബ്ലഡ് സഞ്ചരിക്കുന്നുവോ അവിടെയൊക്കെ ഇബ്ലീസ് സഞ്ചരിച്ച് നമ്മുടെ മനസ്സിനെ ഇരുട്ടാക്കി. അതുകൊണ്ട് തൊപ്പിയിലും തടുപ്പിലും ജനങ്ങൾ കാണിക്കുന്ന പവറിലൊന്നും കാര്യമില്ല. അതിന്റെ കാര്യമുണ്ടാവുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ രാജാവിന്റെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൃദയത്തിലേക്ക് കാര്യങ്ങൾ പതിഞ്ഞിരിക്കുമ്പോഴാണ്. ഉത്തരസൂര്യ പറയുന്നത് തൂവൽ പോലെയാണ്. അൽബ് എന്ന പേര് കിട്ടിയത് ഒരു തൂവൽ പോലെ ഇളകി പറയുന്നത് കൊണ്ടാണ്. ഒരു വൃക്ഷത്തിന്റെ ശിഖരത്തിൽ തൂങ്ങിക്കിടക്കുന്ന തൂവൽ പോലെ അതിങ്ങനെ ഇളകി മറിയുന്നത് കൊണ്ടാണ് അത്ര അതിന് കൽബ് എന്ന പേര് കിട്ടിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ നോക്കിയിട്ട് ചില സമയത്ത് നല്ലത് തോന്നും, ചില സമയത്ത് മോശമായി തോന്നും. ചിലപ്പോൾ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എന്റെ യൂട്യൂബിൽ മറ്റത് കാണണമെന്ന് തോന്നും. ചിലപ്പോൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എന്റെ മിസ്കോൾ വന്ന് ഈ നിസ്കാരത്തിലൊക്കെ മൊബൈൽ ഓഫാക്കലില്ലേ, ഇപ്പോ വൈബ്രേഷൻ ആക്കുക. ഈ മൊബൈൽ സാധാരണ സൈലന്റ് ആക്കാതെ ഇട്ടിരിക്കുന്ന ഒരു വെബ്സൈറ്റുണ്ടല്ലോ, അതിനേക്കാളും ശല്യമാണ് വൈബ്രേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ അടുത്ത സമയത്ത് ഒരുപാട് സുജൂദ് എഴുന്നേറ്റ് പോയപ്പോ വെളി ഒതുകൊടുത്തോണ്ടിരിക്കുന്ന ആളുകൾ ചെറുപ്പം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആരാണ് മരിക്കാൻ കിടക്കുന്നത്? അതുകൊണ്ട് വരെ കാരണം മൊബൈൽ ഇങ്ങനെ സ്വീകരിക്കണം. ഇപ്പൊ പോലെ ആരാ മരിക്കാൻ പോവാം.
എന്തിനാ സാക്ഷി പറയാം പുറത്തിറങ്ങി അപ്പൊ വീട്ടിൽ എല്ലാവരും മൊബൈലും ഒരുപോലെ വൈബ്രേഷൻ ആക്കിയെടുക്കുന്ന തിരുത്തു വരികയാണ്. അതൊരു വല്ലാത്ത ശല്യമാണ്, അതൊരു വല്ലാത്ത ശല്യമാണ്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ഇങ്ങനെ പലരും തോന്നും. ചിലപ്പോൾ നിസ്കരിക്കാൻ തോന്നും, ചിലപ്പോൾ നിസ്കാരം നിർത്താൻ തോന്നും, ചിലപ്പോൾ കണ്ടുപിടിക്കാൻ തോന്നും, ചിലപ്പോൾ നഷ്ടം വെള്ളം കുടിക്കാൻ തോന്നും, ചിലപ്പോൾ യോജിക്കാൻ തോന്നും, ചിലപ്പോൾ ഖുർആൻ ഓതാൻ തോന്നും. ഇങ്ങനെ ചാടിക്കുന്നത് കൊണ്ടാണ് കൽബ് എന്ന് കേട്ടത്. അതിനെ ഉറപ്പിച്ചു നിർത്തണം. ചില മാർഗങ്ങൾ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നു, ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി നിങ്ങളുടെ മുമ്പിലേക്ക് മനസ്സിൽ ഇരുട്ടുമായി കടന്നു വരുന്നതിന് ചില മാർഗങ്ങളുണ്ട്. ഏതെങ്കിലും ഒരു മാർഗത്തിൽ നിങ്ങൾ പെട്ടിട്ടുണ്ടാകും, അത് ഉറപ്പാണ്. പഠിച്ചേ പറ്റൂ. റമളാനിന് കഴിയുമ്പോൾ ഇബ്ലീസിനെ ചങ്ങലക്കിട്ട മാസമാണ്, അതുകൊണ്ട് പ്രശ്നമില്ല. റമളാനിന് കഴിഞ്ഞു പോയല്ലോ, ആവട്ടെ എങ്ങനെയെന്ന് പറഞ്ഞാൽ കഴിഞ്ഞു. ഞാനും നിങ്ങളൊക്കെ ഇവിടെ ചിലവഴിക്കുന്ന റമളാനും പരിശുദ്ധ മക്കത്തെയും മദീനത്തെയും റമളാനും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കരയാത്ത തറാവീഹുണ്ടോ മക്കത്ത്? കണ്ണീര് അള്ളാഹുവിന്റെ പള്ളിക്കകത്ത് വീഴാത്ത സുജൂദുണ്ടോ മദീനത്ത്? വല്ലാത്ത അത്ഭുതമല്ലേ അവിടേക്ക്, വല്ലാത്ത അത്ഭുതമല്ലേ അതിന്റെ മുന്നിൽ ഞാനും നിങ്ങളൊക്കെ നമ്മുടെ പള്ളികളിൽ കാട്ടിക്കൂട്ടുന്ന രംഗങ്ങളൊക്കെ. ചില ആളുകൾ ഒരു വക്കത്ത് നമസ്കാരത്തിന് പള്ളി വരില്ല, 30 ദിവസവും 9 മൂപ്പരെ വേണ്ട. 30 ദിവസം എന്റെ പേരിൽ, എന്റെ കമ്പനിയുടെ പേരിൽ ആപ്പിൾ ഓറഞ്ച് എല്ലാം ഫ്രീയായിട്ട് കൊടുക്കാം. കഞ്ഞി, ബിരിയാണി കഞ്ഞി, ആ കഞ്ഞി, മഞ്ഞക്കഞ്ഞി, പച്ചക്കഞ്ഞി, ചോളക്കഞ്ഞി. ഇപ്പൊ പച്ചയെന്ന് പറയാനും പറ്റില്ല, സ്കൂളിന്റെ പച്ചയിട്ടതിനേക്ക് സമരം നടന്നില്ല. കേരളം മൊത്തം ഈ വൃക്ഷങ്ങളൊക്കെ ഇപ്പൊ വെട്ടി നശിപ്പിക്കുകയുള്ളൂ. പച്ചയെന്ന് പറഞ്ഞത് വല്ലാത്ത നിറവാണ്. അതൊരു പ്രസ്ഥാനത്തിന്റെ നിറമായിട്ട് കണ്ടാൽ പിന്നെ എന്നും അടികൂടാൻ നേരിടാവുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മയെ വളർത്തിക്കൊണ്ടുവരുമാറാകട്ടെ. അങ്ങനെ പല നിറത്തിലുള്ള കഞ്ഞി കൊടുക്കുന്നു. പക്ഷേ ഞാൻ നിശ്ചയിച്ചിട്ടില്ല, ഞാൻ പള്ളിയിൽ വരുന്നില്ല, അള്ളാഹുവിന്റെ പള്ളിയുമായി ആസ്വാദിക്കുകയില്ല. ആ രീതിയിലൂടെ കടന്നു പോകുന്ന ചില വ്യക്തികളുണ്ട്. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ചില മാർഗങ്ങൾ വെച്ചിട്ടുണ്ട് ഒരു മനുഷ്യനെ നശിപ്പിക്കാൻ. ഒന്നാമത്തെ മാർഗമെന്താ? ഒന്നാമത്തെ മാർഗമാണ് പറയുകയാണ്, ഒന്നിങ്കിലൊരു മനുഷ്യനെ കാഫിറാക്കുകയാ, ഒന്നിങ്കിലൊരു മനുഷ്യനെ മുശ്രിക്കാക്കുകയാണ്. ഒന്നാമത്തെ മാർഗം അതാണ്. ഒരു മനുഷ്യനെ കാഫിറാക്കുന്നവനെ മുശ്രിക്കാക്കുന്നവൻ അറിയാതിരിക്കട്ടെ. അതോടുകൂടി ഇബ്ലീസ് വിജയിച്ചല്ലോ. പിന്നവന്റെ മനസ്സിലൊരു നന്മയും കടന്നു വരൂല, പിന്നവന്റെ ഹൃദയത്തിൽ പ്രകാശവും കടന്നു വരൂല, പിന്നവന്റെ മനസ്സിലൊരു നന്മയും അല്ലാഹു ഓടിപ്പിക്കൂല. അവൻ കാഫിറായിപ്പോയാൽ, അവൻ മുശ്രിക്കായിപ്പോയാൽ അവന് രക്ഷപ്പെടാൻ കഴിയില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, എപ്പോഴും നിങ്ങൾ ദ്വാരക്കണം, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുർരിയ്യാതിനാ ഖുർറത അയ്യുൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. ഖുർആൻ പറയുന്ന ദുആയാണ്. ഉമ്മമാര് മറക്കണ്ട, പഠിച്ചു വെച്ചോ. നിസ്കാരം കഴിഞ്ഞിട്ട് ചെയ്തോ, യാസീനോടിയിട്ട് ചെയ്തോ, സുന്നത്ത് നമസ്കാരങ്ങൾ കഴിഞ്ഞിട്ട് ചെയ്തോ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുർരിയ്യാതിനാ ഖുർറത അയ്യുൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. അല്ലാഹുവേ, ഞങ്ങളുടെ ഭാര്യമാര്, ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ കൺകുളങ്ങളെ തമ്പുരാന് എന്തിനാണ് അങ്ങനെ ദുആ ചെയ്യുന്നതെന്നറിയോ? 17 വയസ്സുള്ള കണ്ണൂർ ജില്ലയിലെ മുസ്ലിം പെൺകുട്ടി ഹിന്ദുവായിരിക്കുകയാണ്. 18 വയസ്സുള്ളവരെ ക്രിസ്ത്യാനിയായിരിക്കുകയാ. വളർന്നു വരുന്ന പ്രിയപ്പെട്ട മക്കളൊക്കെ ക്രിസ്ത്യാനെന്ന് പറയുന്നത് ഉമ്മാനും ഉപ്പാനും വേണ്ടി മാത്രമല്ലല്ലോ. ചിന്തിക്കാൻ കഴിവുള്ളതിൽ ആരാധനകൾ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പിന്തിരിഞ്ഞു പോകുന്ന മക്കളെ പ്രസവിച്ചിട്ട് എന്തിനാണ് പടച്ചോടെന്ന് നിലയുണ്ടാകുന്നത്? എന്റെ മണ്ണാകാത്തവുമ്പോ ഒരു കാര്യത്തിന്റെ ഗൗരവം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ദുആ എപ്പോഴും ദുആ ചെയ്തോ, അല്ലാഹുവേ ഞങ്ങളുടെ ഈമാൻ നശിപ്പിക്കല്ലേ അല്ലോ, ഞങ്ങളുടെ ഈമാൻ നശിപ്പിക്കല്ലേ അല്ലോ, ഞങ്ങളുടെ ഈമാൻ നശിപ്പിക്കല്ലേ അല്ലോ. നിസ്സാരമായ ചിന്തകൾ മതിയല്ലോ. പ്രകാശമുള്ള മനസ്സാണ് നമ്മുടെ മനസ്സ്. നിസ്കരിച്ചുകൊണ്ട് തുറക്കം ചെയ്തുകൊണ്ട് ഇബാദത്ത് ചെയ്തുകൊണ്ട് വെളിച്ചോടുമ്പോ ആ മനസ്സിന്റെ ഉള്ളവയിലേക്ക് ഇബ്ലീസ് കുഫ്രിയത്തുമായി കടന്നു വരികയാ. അതിന് ഏറ്റവും പറ്റിയ ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ചെറിയ ഒരു ഉദാഹരണം. ഒരാൾ പറയുകയാണ്, ഞാൻ നമസ്കരിച്ചിട്ടൊരു കാര്യവുമില്ല. ഒരാൾ പറയാം, പരാതിയിൽ നിങ്ങൾ പറയുന്നത് എന്തുകൊണ്ടാണ് എല്ലാവരും പള്ളിയിൽ വരില്ലേ, നീ മാത്രമല്ലേ വരാത്തത് എന്ന് പറയുമ്പോ ഞാനൊന്നും നിസ്കരിച്ചിട്ടൊരു കാര്യവുമില്ല എന്നൊരാൾ പറഞ്ഞാൽ
വിത്തിൻ സെക്കൻഡ് ആ പറഞ്ഞ സഹോദരൻ ഇസ്ലാമിൽ നിന്ന് പുറത്തായി. ഇബ്ലീസിന്റെ തന്ത്രം നമ്മളൊന്ന് ആലോചിച്ചു. ഒരാൾ പറയാൻ ഞാനൊന്ന് നമസ്കരിച്ചിട്ടൊരു കാര്യമില്ല എന്ന് പറഞ്ഞാൽ അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്താവുകയാണ്. അതുപോലെ തമാശയ്ക്ക് സാധാരണ മനുഷ്യൻ പറയുന്ന മറ്റൊരു കാര്യമുണ്ടല്ലോ, നിസ്കാരമൊന്നും എനിക്ക് പറഞ്ഞിട്ടുള്ളതല്ല. നിസ്കരിക്കാൻ വരുന്നില്ലേ, നിങ്ങൾ പോയി നിസ്കരിക്കും, നിസ്കാരമൊന്നും എനിക്ക് പറഞ്ഞിട്ടുള്ളതല്ല എന്ന് പറഞ്ഞാൽ ഇപ്പൊ സാധാരണ ഈ റമദാനൊക്കെ വരുമ്പോൾ ഇബാദത്തുകൾ ഒരു കളിതമാശയിൽ കാണുന്ന ഒരു രീതിയാണ്. കഴിഞ്ഞ വർഷം റമദാൻ വന്നപ്പോ വാട്സപ്പിലും യൂട്യൂബിലും ഒക്കെ ചെറുപ്പക്കാർ കൊണ്ടു നടന്ന ഒരു തമാശയാണ്. എന്താണ്, പിന്നെ മുക്രി റമദാൻ കഴിഞ്ഞിട്ട് എഴുതി വെച്ചോട്ടെ പള്ളിയിൽ റമദാൻ കഴിഞ്ഞാലും സുബഹി നിസ്കാരം ഉണ്ടായിരിക്കുന്നതാണെന്ന് വസനപ്പള്ളികൾ അറിയിച്ചു. ഈ വർഷം വന്നതെന്താ, മുക്രി പള്ളിയുടെ നോട്ടീസ് ബോർഡിൽ എഴുതി വെക്കുന്നു, റമദാനിൽ പുതിയതായി പള്ളിയിൽ വരുന്നവരെ പല ആൾക്കാർ റാഗിംഗ് നടത്താൻ പാടില്ല. ഇതൊക്കെ തമാശ രൂപത്തിൽ നിങ്ങൾ കാണുമ്പോ ഇബ്ലീസ് ലഅനത്തുള്ളാഹി അതിന്റെ ഇടയിൽ ചില തമാശകൾ കൊണ്ടിട്ട് തരും. ഞാൻ നിസ്കരിച്ചൊരു കാര്യവുമില്ല, നിസ്കാരം എനിക്ക് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമല്ല. അങ്ങനെ പറയുമ്പോൾ പിശാചിന്റെ പരിശ്രമം കൊണ്ട് വിവരിക്കുകയാണ്. അവനെ ഇബ്ലീസിന്റെ പരിശ്രമം കൊണ്ട് വിവരിക്കുകയാണ്. ചെറുപ്പക്കാരാ സൂക്ഷിക്കരുത്, ഞാനും നിങ്ങളും ഇത്രയും കാലം കഷ്ടപ്പെട്ടത് കാസറായിട്ട് ഭരിക്കാനാണോ? ഞാനും നിങ്ങളും ഇത്രയും കാലം ജീവിച്ചത് കാസറായിട്ട് ഭരിക്കാനാണോ? സൂക്ഷിക്കണേ പ്രിയപ്പെട്ടവരെ, ശ്രദ്ധിക്കണേ സഹോദരങ്ങളെ. അല്ലാഹുവേ, പരിശുദ്ധ റമദാനിന്റെ രണ്ടാമത്തെ 10 സുദിനങ്ങൾ നമ്മളോട് വിട പറയുകയാണ്. ഈ സമയത്ത് ഞങ്ങൾ ദുആ-ക്കുകയാണ്, ഈമാനില്ലാത്ത മരണം ഞങ്ങൾക്ക് തരല്ല അല്ലാഹ്. ഒരു സാറിന്റെ മയ്യത്തിന്റെ മുമ്പ് നിന്ന് നിസ്കരിച്ച ആ ഒരു പ്രകാശം നിനക്ക് വേണ്ടേ ചെറുപ്പക്കാരാ? അമ്പാടി സാറിന്റെ മുഖത്തെ പ്രകാശത്തിന്റെ ഒരംശം നിനക്ക് വേണ്ടേ ചെറുപ്പക്കാരാ? എല്ലാവരുടെയും പ്രകാശത്തിന്റെ പാദങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് അതിൽ നിന്നൊരു അംശം എന്റെ ചെറുപ്പക്കാരാ നമുക്ക് വേണ്ടേ? വല്ലാത്ത മാസം കൊടുത്തിരിക്കുന്നത് എന്തിനെല്ലാം ഒരുമിച്ച് കൂടുകയാണ്. എന്റെ പ്രിയപ്പെട്ട മുസ്ലിം പെണ്ണേ, പ്രകാശമുള്ള മനസ്സോടെ മരിക്കണം നമുക്ക്. അല്ലാഹുവിനോട് ദ്വാരന്നോ ഈ പരിശ്രമങ്ങളൊന്നും നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. മുസ്തഫ അസ്രവിയുടെ ഈ ഓട്ടം നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. ഹബീബ് ഫൈസിയുടെ ഈ ഓട്ടം നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. ഓണംപള്ളി ഫൈസിയുടെ ഈ ഓട്ടം നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. ഈ സരസിൽ നിന്നിറങ്ങിപ്പോയ ബഹുമാനപ്പെട്ട സോദിക്കുസ്താദ്, അല്ലാഹുവേ, എന്തൊക്കെ പ്രോഗ്രാമുകൾ ഉണ്ടെങ്കിലും അതെല്ലാം മാറ്റിവെച്ചിട്ട് അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനിന്റെ യശസ്സ് ഉയർത്തുന്നതിന് വേണ്ടി പ്രായം മറന്ന് പടയോട്ടം നടത്തുന്ന അവരെ പോലുള്ള പണ്ഡിതന്മാരുടെ ഈ ഒരു പരിശ്രമം നഷ്ടത്തിലാവാൻ പാടില്ല. അവരെ കണ്ടുകൊണ്ട് ജിഹാദ് വിളിച്ചുകൊണ്ട് ത്യാഗത്തോട് രംഗത്തിറങ്ങുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരോ, നഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിലാവല്ലേ. ഇബ്ലീസിന് കടത്തോ ഒരനുവാദവും നിന്റെ മനസ്സിന്റെ അകത്ത് കൊടുക്കല്ലേ. റമളാൻ വല്ലാത്ത മാസമാണ്. റമളാൻ കഴിയുമ്പോൾ ഒരുപാട് അവസരങ്ങൾ വരുന്നതാണ്. ദ്വാരമ്പോ മുസ്ലിമായിട്ടല്ലാതെ മരിപ്പിക്കല്ലോ. ഈ പരിശുദ്ധ റമളാനിൽ ഔഷാദ് ബാക്കി നിങ്ങളുടെ മുന്നിലേക്ക് വന്ന ആദ്യത്തെ ദിവസം നിങ്ങളോട് ചേർന്ന ഈ ഇസ്ലാമികറിന് വേണ്ടിയിട്ട് നിങ്ങളോട് കൈനീട്ടുന്നത് എന്റെയും നിങ്ങളെയും മുസ്ലിമായിട്ട് മരിപ്പിക്കണമെന്ന നിയ്യത്തോടുകൂടി. അള്ളാഹു തൗഫീഖ് തരട്ടെ. നമ്മുടെ ഉസ്താദുമാർ, നമ്മുടെ SKSF-ന്റെ പ്രവർത്തകർ, മുത്തഅല്ലിമുകൾ നിങ്ങളുടെ മുന്നിലേക്ക് ഇപ്പൊ ഇൻഷാ അല്ലാഹ് ബക്കറ്റുമായി വരും. ഈ പരിശുദ്ധ റമളാനിൽ കച്ചവടത്തിന് പോകാത്തവരുണ്ട്, ജോലിക്ക് പോകാത്തവരുണ്ട്, ഒക്കെ ശരിയാണ്. സാധാരണ ഒരു മജ്‌ലിസിൽ നിങ്ങൾ ചെയ്യുന്നതിന്റെ 100 ഇരട്ടി അൽഹംദുലില്ലാഹ് ബഹുമാനപ്പെട്ട പാണക്കാട് കുടുംബം തിരിതെളിച്ച ഈ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ മുന്നോട്ട് വെക്കണം. ആദ്യം ഒരു ബക്കറ്റിന് കൊണ്ടുവന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ്, അല്ലാഹു കബൂൽ ചെയ്യട്ടെ. റമളാനിൽ ഒരു ദുആ നിങ്ങളോടൊപ്പം ഇരുന്ന് നിങ്ങളും അങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ട്, ഞാനും അങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ട്. റമളാനിൽ നോമ്പുകാരായുള്ള ഈ ദുആ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
ഇൻഷാ അല്ലാഹ് ഇന്ന് എല്ലാവരും നല്ല പ്രയാസത്തിലാണ്. ഒരാളും വിഷമിക്കരുത്. സൗകര്യങ്ങൾ നാളെ ചെയ്തു തരാമെന്ന് ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്. അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇൻഷാ അല്ലാഹ് ചെയ്യും. അബ്ബാസ് ഹാജി അതിന് കുറെ സൗകര്യങ്ങളും സംവിധാനങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. അള്ളാഹു അദ്ദേഹത്തിന് എല്ലാവിധ നന്മകളും അള്ളാഹു ചൊരിഞ്ഞു കൊടുക്കട്ടെ. അദ്ദേഹം കാണിക്കുന്ന താല്പര്യം അള്ളാഹു വളർത്തി കൊടുക്കട്ടെ. കോടിക്കണക്കിന് രൂപ കേരളത്തിൽ ഇപ്പോ ഈ മാസം 23-ാം തീയതി ഖത്തർ ഹാജിയുടെ കെയർ ഓഫിൽ വലിയ പരിപാടിയുണ്ട് ഇവിടെ കാസർഗോഡ്. അദ്ദേഹം ഫോണിലൂടെ വിളിച്ചിട്ട് കരഞ്ഞിട്ട് പറഞ്ഞത് എന്താണെന്നറിയോ? ഉസ്താദേ, ബഹുമാനപ്പെട്ട മുഖലിസ്യങ്ങളായ പണ്ഡിതന്മാരെ ചവിട്ടി തേക്കുന്നത് കണ്ടുകൊണ്ട് നിൽക്കാൻ കഴിയാത്തത് കൊണ്ടാണ് നിങ്ങളെ പോലുള്ളവരെ വിളിക്കുക. കോടിക്കണക്കിന് രൂപ എന്റെ വീട്, എന്റെ വസ്തു, എന്റെ കുടുംബം മുഴുവനും അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ഞാൻ എഴുതരാം. പക്ഷേ ഞാൻ ഇഷ്ടപ്പെടുന്ന പ്രിയപ്പെട്ട ഗുരുവര്യന്മാരുടെ അവരെക്കുറിച്ച് ഏറ്റവും മോശത്തരം പറയുന്നത് എനിക്ക് കേൾക്കാൻ കഴിയില്ല. പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് പറയുന്നത്. പണം അവർക്ക് വേണ്ടി, ജീവിതം അവർക്ക് വേണ്ടി, സംഭാഷണം അവർക്ക് വേണ്ടി. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അതുപോലെ ഇവിടെയും മണ്ണാർക്കാട് ഒരുപാട് ദീനീ പ്രവർത്തകർ ഇസ്ലാമിക് സെന്റർ ഇവിടം വരെ എത്തിച്ചതും ഇനി എത്തിക്കാനുള്ളവരും അൽഹംദുലില്ലാഹ് അവരാണ്. കേരളക്കരയിലെ പ്രിയപ്പെട്ട സുന്നത്ത് ജമാഅത്തിനെ ഇഷ്ടപ്പെടുന്ന മുഖ്ലിസീങ്ങളായ പണ്ഡിതന്മാരെ വാരിപ്പുടരുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളാണ്, സഹോദരിമാരാണ്. അള്ളാഹുർക്ക് തൗഫീഖ് കൊടുക്കുമാറാകട്ടെ. അപ്പോ ഒന്നാമത്തെ വഴി എന്താ? കാഫിറാക്കുക. അതുപോലെ തന്നെ എന്ത് ചെയ്യുക? മുശ്രിക്കാക്കുക എന്നത് ഒന്നാമത്തെ വഴി. എല്ലാവരുടെയും മുന്നിൽ ബക്കറ്റ് കൊണ്ടിച്ചില്ല, എല്ലാവരുടെയും മുന്നിൽ. അൽഹംദുലില്ലാഹ് റമദാൻ ആയതുകൊണ്ട് ഒരു ചെറിയ ദുആ ഈ ബക്കറ്റിലേക്ക് സ്വതക്കയിടുന്നതിന് വേണ്ടി ചെയ്യാം. റമദാൻ ശരിക്കും സ്വതക്കയുടെ ഒരു മാസമാണ്. വീട്ടിൽ നിറച്ച് ജനങ്ങൾ വരും അല്ലെ? എന്റെ വീട്ടിൽ ഞാനിപ്പോ ഉംറയ്ക്ക് പോയപ്പോ കുറച്ച് പൈസ എടുത്തു കൊടുക്കാൻ മറന്നുപോയപ്പോ ഭാര്യ വിളിച്ചിട്ട് പറഞ്ഞു, ഒന്നും തരാതെ പോയത് എന്താ? ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു മറന്നുപോയി. അപ്പൊ അടുത്തൊരു കടയെ വിളിച്ചിട്ട് അരി കുറച്ച് കിറ്റുകളിലാക്കി വീട്ടിൽ കൊണ്ട് വെച്ചിരിക്കാൻ പറഞ്ഞു. സംഭവം 4-5 ദിവസം കഴിഞ്ഞപ്പോ ഒരു സഹോദരൻ എന്റെ നമ്പര് വാങ്ങിയിട്ട് മക്കത്തേക്ക് വിളിക്കാൻ, ഉസ്താദേ ഞാൻ ഡേറ്റ് ചോദിക്കാൻ വന്നതാ, പെണ്ണുമ്പുള്ള അരി തന്നു. ഞാൻ ഡേറ്റിന്റെ കാര്യം ചോദിക്കാൻ വേണ്ടി വീട്ടിൽ വന്നതാ, പെണ്ണുമ്പുള്ള 2 കിറ്റ് അരി എടുത്തു തന്നു, ഇതെന്താന്ന് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോ അത് ഞാൻ ഞാൻ കൊടുക്കുന്നു എന്ന് പറയിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, മറിച്ച് നമ്മുടെയൊക്കെ വീടുകളിൽ, എല്ലാ വീടുകളിലും, അതിപ്പോ മുസ്ലിയാരാകട്ടെ, തങ്ങളാകട്ടെ, ചെറിയവരാകട്ടെ, വലിയ കുറെ ആളുകൾ ഇങ്ങനെ നടക്കാൻ, പള്ളികളിൽ കേന്ദ്രീകരിച്ച് ആളുകൾ വരുന്നു, വീടുകളിൽ ആളുകൾ വരുന്നു. അൽഹംദുലില്ലാഹ് നമ്മുടെ വീട്ടിൽ ഇപ്പൊ അങ്ങനെ ഇറങ്ങിക്കയറുന്നതിനെ പ്രേരിപ്പിക്കുകയില്ല. അവരെ പ്രേരിപ്പിക്കുകയില്ല. വന്നാൽ നമുക്ക് അവരെ വെറുപ്പിച്ചു വിടുന്നത് റമദാൻ മാസത്തിൽ ശരിയല്ല. അപ്പോ നമ്മളൊക്കെ നമ്മുടെ കയ്യിലുള്ളത് ചെറുതും വലുതുമായി എല്ലാവർക്കും കൊടുക്കുന്നതാണ്. അതിനോടൊപ്പം ഇതിനെ ഒരു വലിയ സാമ്പത്തികം ആവശ്യമുള്ള ഈ പ്രസ്ഥാനമായി കാണണം. ഈ പ്രോഗ്രാം 3 ദിവസത്തേക്ക് വെച്ചത് വെറും ഒരു പിരിവിന് വേണ്ടിയാണെന്ന് നിങ്ങൾക്ക് തോന്നരുത്. ഈ പ്രസ്ഥാനത്തിന്റെ കാര്യം പറയും. നിങ്ങളിൽ ആഗ്രഹവും ആവേശമുള്ളവർ ചെയ്യും, അല്ലാത്തവരും ഇരുന്ന് ആമീൻ പറയും. ചെയ്തവർക്കും ദുആ കിട്ടും, ചെയ്യാത്തവർക്കും ദുആ കിട്ടും. നിങ്ങളുടെ മനസ്സിന്റെ താല്പര്യം പോലെ നിങ്ങൾ ചെയ്യുക. പക്ഷേ ഈ ചെയ്യുന്നവർക്ക് കിട്ടുന്ന ദുആ എന്റെ ദുആ മാത്രമായിരിക്കില്ല, എന്റെ ദുആ മാത്രമായിരിക്കില്ല. നമ്മുടെ മുൻഗാമികളായ പ്രിയപ്പെട്ട ഉസ്താദുമാരൊക്കെ ഈ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി പിൽക്കാലത്ത് വരുന്ന സർവ്വ കാര്യങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്തു പോയവരാണ്. ശരി, ഇൻഷാ അല്ലാഹ് വിഷയത്തിലേക്ക് വരാം. ഒരു ചെറിയൊരു ദുആ വേഗം നമുക്ക് ചെയ്യാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരും കാര്യമായി ചെയ്തു കൊടുക്കും. സല്ലല്ലാഹു അലാ മുഹമ്മദ് അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. അല്ലാഹുവേ, കാരുണ്യവാനായ പടച്ചവനെ, റഹ്മാനും റഹീമുമായ അല്ലാഹുവേ, പരിശുദ്ധ റമളാൻ മാസത്തില് ഈ വിനീതന്റെ കേരളത്തിലെ ആദ്യത്തെ പ്രഭാഷണ വേദിയാണ് പടച്ചവനെ. അല്ലാഹുവേ, നീ സ്വീകരിക്കണേ റഹ്മാനെ. പടച്ചവനെ, നോമ്പുകാരായ എന്റെ മുമ്പിൽ വന്നിരിക്കുന്ന ആയിരക്കണക്കിന് 10,000-കണക്കിന് സഹോദരിമാർ, സഹോദരങ്ങൾ, അല്ലാഹുവേ, ദീനീ പ്രവർത്തന രംഗത്ത് എന്ത് കാര്യം പറഞ്ഞാലും അല്ലാഹു എല്ലാം മറന്നു പരിശ്രമിക്കുന്നവരാണ്. അവർക്ക് നീ വിജയം കൊടുക്കണേ റഹ്മാനെ. അവരെ പ്രവർത്തനങ്ങളെ കബൂൽ ചെയ്യണേ അല്ലാ. ഈ റമളാൻ അവർക്ക് അനുകൂലമായി സാക്ഷി പറയുന്നൊരവസ്ഥ കൊടുക്കണേ അല്ലാ. ഈ റമളാൻ അവരെയും ഞങ്ങളെയും ശപിക്കല്ലേ അല്ലാ. ഈ റമളാൻ ഞങ്ങളെ ശപിക്കല്ലേ അല്ലാ. ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് ഞങ്ങൾ ചെയ്യുന്നുണ്ട് റഹ്മാനെ, എങ്കിലും മതിയാവാത്തതാണെന്നറിയാം തമ്പുരാനെ. ആ റമളാന്റെ ശാപം ഞങ്ങൾക്ക് തരല്ല റബ്ബേ. സല്ലല്ലാഹു അലൈഹി നബി മുഹമ്മദ്. എല്ലാവരും കാര്യമായി ചെയ്തു, കാര്യമായ ദുആ ഇൻഷാ അല്ലാഹ് ഇന്ന് നാളെയും, പ്രത്യേകിച്ച് മറ്റന്നാൾ സമാപനം കാര്യമായ ദുആ ചെയ്യും. മറ്റന്നാളത്തെ വിഷയം നല്ല കുടുംബം എന്നതാണ്.
നല്ല ഭാര്യ, നല്ല ഭർത്താവ്, ഭർത്താവിന്റെ കടമ, ഭാര്യയുടെ കടമ ഒക്കെ നിങ്ങൾ എന്റെ പ്രസംഗത്തിലൂടെ കേട്ടതാണ്. കരളാണ് ഫാത്തിമ, അതുപോലെ മഹദി ഫാത്തിമ ഒക്കെ കേട്ടതാണ്. പക്ഷേ ഇതിലൊന്നും പെടാത്ത ചില കുടുംബജീവിതത്തിന്റെ വ്യവസ്ഥാപിതമായി വിശദീകരിക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. ഇപ്പോഴും ഇത്രയും കേട്ടിട്ടും നന്നാവാത്ത ചില സഹോദരിമാരുണ്ട്, ഇത്രയും കേട്ടിട്ടും നന്നാകാത്ത ചില ഭർത്താക്കന്മാരുണ്ട്. അവർക്കൊരു പണിയാണ് സമാപന ദിവസത്തിലെ നല്ല കുടുംബം. റമളാൻ തീരുന്നതോടുകൂടി ഇൻഷാ അല്ലാഹ് എല്ലാ മേഖലയിലും നന്മ വളരണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. നന്മയുള്ള മനസ്സുണ്ടാക്കുമ്പോഴേ നല്ല കുടുംബം ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ നല്ല കുടുംബം പറയും നിങ്ങൾ തമ്മിൽ അടിയുണ്ടാവും. ഇപ്പൊ നമ്മൾ ദുആ ചെയ്തതുപോലെ ഇതിന്റെ തുടർന്നുള്ള ദുആ ഇന്ന് സമാപനം. അതുകൂടാതെ ഒരു വലിയ ദുആ ഇന്ന് നിങ്ങൾ പഠിക്കുന്നുണ്ട്. ഒരു വലിയ ദുആ ജീവിച്ചിരിക്കുന്ന 2 പ്രവാചകന്മാർ പരിശുദ്ധ മക്കത്തിരുന്ന് മുടി നീക്കം ചെയ്തിട്ട് ഹജ്ജിന്റെ സമയത്ത് ചെല്ലുന്ന ഒരു ദുആ ഇന്ന് നിങ്ങൾ പഠിക്കും. നിങ്ങൾ പറയും, ഞാൻ ചൊല്ലിത്തരും. അത് ചൊല്ലിയാൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ആപത്തുകളൊന്നും ഒരു മനുഷ്യനുണ്ടാവില്ല, അപകടങ്ങളൊന്നും ഒരു മനുഷ്യനുണ്ടാവില്ല. ആ ദുആ ഇത്രയും ജനങ്ങൾ, നമ്മൾ കാണാത്ത കോടിക്കണക്കിന് മലക്കുകൾ അവരുടെ സാന്നിധ്യത്തിൽ ഇൻഷാ അല്ലാഹ് ചൊല്ലി ഇന്ന് ദുആരക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അപ്പൊ ഒന്നാമത്തെ വഴി എന്താ? മനുഷ്യന്. രണ്ടാമത്തേതോ ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, രണ്ടാമത്തത് ഒരു മനുഷ്യനെ ഒരു മനുഷ്യനെ പുത്തംവാദിയാക്കുകയാണ്, മുബത്തദിയാക്കുകയാണ്. എങ്കിലും അവന്റെ മനസ്സിൽ അവനെ കൊണ്ട് പറയിപ്പിക്കും, നീയാണ് ഏറ്റവും മിടുക്കൻ, നീ ചെയ്യുന്നതാണ് നന്മ, നീയാണ് വിശ്വാസി, ബാക്കിയുള്ളവരൊക്കെ നരകത്തിലും നീ സ്വർഗത്തിലുമാണ് എന്ന് നിന്നെക്കൊണ്ട് ഇങ്ങനെ തോന്നിപ്പിക്കും. ഇത് ഓരോ പുത്തംവാദിക്കും അല്ലാഹു ഇബ്ലീസിനെ കൊണ്ട് കൊടുക്കുന്ന പണിയാണ്. ഏതെങ്കിലും പുത്തംവാദി ഞാൻ നരകത്തിലാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രസംഗിക്കും, മൈക്ക് കിട്ടി? പ്രസംഗിക്കൂല. കേരളത്തിലെ എല്ലാ മുസ്ലിയാക്കന്മാരും നരകത്തില, ഞാനും നമ്മുടെ പ്രസ്ഥാനം മാത്രം സ്വർഗത്തിലെ എന്ന് എല്ലാവരും പ്രസംഗിക്കും. ഇത് ഇബ്ലീസ് ലഅനത്തുല്ലാഹിനെ അവർക്ക് തോന്നിപ്പിച്ചു കൊടുക്കുന്നതാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ പെട്ടുപോകരുത്. ഗൾഫ് രാജ്യത്തൊക്കെ പോയി മടങ്ങി വരുമ്പോ ചില ചെറുപ്പക്കാർക്ക് മാറ്റമുണ്ട്. പക്ഷെ ആ മാറ്റം ഇപ്പൊ കാണാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട് റാസൽ ഖൈമയിലും ബഹ്റൈനിലും ഖത്തറിലും ഒക്കെ ചെന്നാൽ ഈ പ്രിയപ്പെട്ട ഉസ്താദുമാർ ഇവിടെ പരീക്ഷ നടത്തുന്ന മദ്രസയുടെ സിലബസിൽ 300, 400, 500, 700 മക്കൾ അവിടെ മതപഠനം നടത്തുക. അള്ളാഹു നിലനിർത്തി പഠിക്കുകയാണ്. പഴയതുപോലെ ഗൾഫ് രാജ്യങ്ങളിൽ പുത്തൻവാദികൾക്ക് അവരുടെ പേര് ഭർത്താവ് അത്തഹിയ്യാത്ത് തീർന്നിട്ട് ഇങ്ങനെ ആക്കുക. മക്കൾ വന്നിട്ട് വാപ്പാ ഉദവിമാർ, ഒരുപാട് ഫൈസിമാർ, ഇങ്ങനെ ഇവിടെ പോയാലും ഇവിടെ മതങ്ങൾ വളരെ സജീവമാണ്. അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റുമോ? പക്ഷേ എന്റെ പ്രിയപ്പെട്ട കേരളത്തിന്റെ അനുഗ്രഹീതമായ മണ്ണാർക്കാടിന്റെ മണ്ണില് ഇങ്ങനെ ഒരു വലിയ പ്രസ്ഥാനം വളർന്നു വരാൻ പോകുന്ന ആ പ്രസ്ഥാനത്തിന്റെ ശീർഷകത്തിന് പാട് ജീവിക്കുന്ന ചെറുപ്പക്കാരാ, ഒരിക്കലും നിന്റെ മനസ്സിലേക്ക് ആ രോഗം വളർന്നു വരാൻ പാടില്ല. കാശ് വരുമ്പോ അള്ളാന്റെ ഔലിയാക്കന്മാര് ചെറുതാകല്ലേ. അത് മനസ്സിന്റെ വെളിച്ചം കെടുത്താൻ ഇബ്ലീസ് വരുന്ന വഴിയാണ്. അത് മനസ്സിന്റെ പ്രകാശത്തെ കെടുത്തിക്കളയാ ഇബ്ലീസ് കൊണ്ടുവരുന്ന വഴിയാണ്. മറക്കല്ലേ. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. മൂന്നാമത്തെ വഴി എന്താ? ഗസാലി ഇമാം പറയുകയാണ്, മനുഷ്യനറിയാറ് നമ്മുടെ മനസ്സിലേക്ക് ഇബ്ലീസ് കൊണ്ടുവരുന്ന മൂന്നാമത്തെ വഴി എന്താ? ഇബാദത്തിന്റെ പ്രകാശത്തെ നശിപ്പിക്കുക, ആരാധനയുടെ പ്രകാശത്തെ നൂറാനിയത്തെ ഇല്ലായ്മ ചെയ്യാൻ കൊണ്ടുവരുന്ന മൂന്നാമത്തെ വഴി എന്തോ? ബഹുമാനപ്പെട്ട ഗസാലി ഇമാം പറയുകയാണ്, മർഹലത്തുൽ മആസിൽ കബീറോ, വൻപാപങ്ങളെ ചെയ്യിപ്പിക്കുക, പാരണയെടുക്കാനുള്ള കാശില്ല, ആരോട് ചോദിച്ചിട്ടും കിട്ടുന്നില്ല, പാരിയുടെ തലപോയി പണയം വെക്കുകയാണ് ഉസ്താദ്.
അതുമാരെ ചുരി സമ്പത്തി പെരുന്നാളിന്റെ അന്ന് വീട്ടിലേക്ക് ചെല്ലുമ്പോ വാതാവറക്കളി വരോ ഒരു മിഠായി വാങ്ങാനുള്ള കാശെങ്കിലും നമ്മുടെ പള്ളികളിൽ എന്ത് പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് നമ്മുടെ ഇമാമിങ്ങളെ പറഞ്ഞു വിടല്ലേ പ്രിയപ്പെട്ടവര്. അവര് സാധുക്കളല്ലേ, അവർക്ക് പെൻഷനില്ലല്ലോ, അവർക്ക് മാസവരിയില്ലല്ലോ, അവർക്ക് വേറെ വരുമാനമില്ലല്ലോ. നിങ്ങളുടെ പള്ളി വൃത്തിയാക്കി നിങ്ങൾക്ക് വേണ്ടി ഇമാമത്ത് നിന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രസംഗിച്ച് നിങ്ങൾക്ക് വേണ്ടി നിർദ്ദേശം തരുന്ന പ്രിയപ്പെട്ട പണ്ഡിതന്മാർ, എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഏറ്റെടുക്കണം കേട്ടോ. അള്ളാഹു അതിനെ ബറക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു അങ്ങനെയുള്ളവരെ ബറക്കത്ത് ചെയ്യട്ടെ. പക്ഷേ ഞാനൊരു കാര്യം ഓർമ്മപ്പെടുത്തുകയാ, ആ പ്രിയപ്പെട്ട ഇമാമിങ്ങള്, ആ പ്രിയപ്പെട്ട ഉസ്താദുമാര്, നിങ്ങൾക്ക് അള്ളാഹു എത്ര ദാരിദ്ര്യം തന്നാലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് പലിശയുമായി നിങ്ങൾ ബന്ധപ്പെടല്ലേ. അവരോട് മാത്രമല്ല പറയാനുള്ളത്, നിസ്കാരമുള്ള എത്രയോ പലിശക്കാരുണ്ട്, ഹജ്ജിന് പോറ എത്രയോ ബ്ലേഡ് കമ്പനിക്കാരുണ്ട്, ഉംറയ്ക്ക് പോകുന്ന എത്രയോ ഹറാമ് ചെയ്യുന്നവരുണ്ട്, ഹറാമ് കഴിക്കുന്നവരുണ്ട്. അത് പിശാചിന്റെ തന്ത്രമോ? നിന്റെ ഇബാദത്ത് കൊണ്ട് മനസ്സിലൊരു പ്രകാശവും അല്ലാഹു തരൂല്ലോ. നിന്റെ ഇബാദത്ത് കൊണ്ട് മനസ്സിൽ ഒരു പ്രകാശവും അല്ലാഹു തരൂല്ലോ. നിന്റെ ഇബാദത്ത് കൊണ്ടൊരു പ്രകാശവും അല്ലാഹു നിന്റെ ഹൃദയാന്തരത്തിൽ തരൂല്ലോ. അള്ളാന്റെ പള്ളിയുടെ സ്വത്തെടുത്തു തരുന്ന പള്ളി പരിപാലക സമിതിയുടെ ആളുകളുണ്ടല്ലോ, കമ്മിറ്റിക്കാരുണ്ടല്ലോ. പടച്ച റബ്ബിന്റെ പള്ളിയുടെ വഖഫ് സ്വത്ത് സ്വന്തം കുടുംബത്തിന്റെ പള്ള വീർപ്പിക്കാൻ വേണ്ടി കുത്തി നിറയ്ക്കുന്ന കാപാലികന്മാരുണ്ടല്ലോ. ഒരു നന്മയും നിന്റെ വാരിയല്ലുകൊണ്ട് മൂടപ്പെട്ട ഹൃദയത്തിലില്ലോ, ഒരു നന്മയും കടന്നു വരൂല്ലോ. സൂക്ഷിക്കണേ ചെറുപ്പക്കാരോ. ഹറാമ് തിന്നോൾ ആ ഹൃദയത്തിന് പിന്നെ പ്രകാശിക്കാൻ കഴിയില്ലോ. ഹറാമ് തിന്നോൾ ആ ഹൃദയാതരത്തിന് പിന്നെ നൂറാനിയത്തില്ല. ഹറാമ് തിന്നോൾ പിന്നെ രക്ഷപ്പെടാൻ കഴിയില്ല. മർഹലത്തു മാസിൽ കബീറാ. വൻപാപങ്ങളെ കൊണ്ട് മനുഷ്യന്റെ മനക്കിച്ച് പിടിക്കാണ്, അതിന്റെ പ്രകാശം മുഴുവനും കെടുത്തിക്കളയുകയാണ്. വൻപാപമെന്ന് പറഞ്ഞാൽ പലിശ മാത്രമല്ല, കള്ളുകുടി മാത്രമല്ല. വൻപാപമെന്ന് പറഞ്ഞാൽ ഏതാ? അല്ലാഹുവിന്റെ റസൂൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മദീനത്തിരുന്നുകൊണ്ട് മുത്ത് റസൂല് പറയുകയാ, ഒരു അന്യസ്ത്രീയുടെ മുഖത്തേക്ക് നിങ്ങൾ നോക്കുന്നത് പോലും ഹറാമാണ്. ഒരു അന്യസ്ത്രീയുടെ മുഖത്തേക്ക് നിങ്ങൾ നോക്കുന്നത് പോലും ഹറാമാണ്. ആ സമയത്ത് വൈകുന്നേരമായപ്പോ ഒരു സഹാബി പൊട്ടിക്കരയുകയാണ്, കൂട്ടുകാരോട് പറയുകയാണ്, അബദ്ധം പറ്റിപ്പോയി, മനഃപൂർവ്വമല്ല. വരുന്ന യാത്രക്കിടയിൽ വഴിവെക്കിരുന്നു കൊണ്ടറിയാതെ അൻസാരികളിൽപ്പെട്ട ഒരു സ്ത്രീയുടെ മുഖത്തേക്ക് ഞാനൊന്ന് നോക്കിപ്പോയല്ലോ, അറിയാതെ നോക്കിയതാണ്. എനിക്കിനി മുത്ത് റസൂലിന്റെ മുഖത്തേക്ക് നോക്കാൻ കഴിയില്ല. എനിക്ക് പേടിയാവുകയാണ്, എനിക്ക് ഭയമാവുകയാണ്. പരിശുദ്ധ റമദാനിൽ പോലും നെറ്റ് ഓണാക്കിയിട്ട് വൈഫൈയിലൂടെ, ഗൂഗിളിലൂടെ, യൂട്യൂബിലൂടെ, വാട്സപ്പിലൂടെ ഹറാമാര് സുന്ദരിക്കോതകളുടെ ശരീരം കണ്ട് വിചാരത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി പിശാചിനോടൊപ്പം നൃത്തം ചെയ്യുന്ന ഇസ്ലാമിന്റെ ചെറുപ്പക്കാരോ, മോനെ പേടിക്കണം, മോനെ ഭയപ്പെടണം, മോനെ. എല്ലാവരും നിന്നോടൊപ്പം ഉണ്ടാകുമെന്ന് കരുതണ്ടോ? ആരോരുമില്ലാത്ത കബറിന്റെ ഉള്ളറയിൽ നിന്നെ കൊത്തിവലിക്കുന്ന വിഷസർപ്പത്തിന്റെ കണക്കം കഥകൾ എന്റെ ചെറുപ്പക്കാരാ മറന്നു പോകണ്ടോ? അൻസാരികളായ സ്ത്രീകളിൽപ്പെട്ട ഒരാളുടെ മുഖത്തേക്ക് അറിയാതെ നോക്കിപ്പോയല്ലോ. അതുകൊണ്ട് ഇനി മുത്ത് റസൂലിന്റെ ചാരത്തേക്ക് ഞാൻ വരുന്നില്ല. ഓടുകയോ, മദീനത്തിരുന്ന് ഓടുകയോ? എവിടേക്കാ ഓടുന്നത്? മക്കത്തേക്ക് ഓടുകയാണ്. അവിടെ പോയി പൊട്ടിക്കരന്നുകൊണ്ട് തൗബ ചെയ്യുകയോ? അറിയാതെ ഒരു പെൺകുട്ടിയുടെ മുഖത്തേക്ക് നോക്കിയതിന്റെ പേരിലാ അൽ മർഹലത്തു മാസിൽ കബീറോ. വൻപാപങ്ങളുടെ പാണ്ടക്കെട്ടുകളുമായി മണ്ണാർക്കാട് വന്നിരിക്കുന്നു എന്റെ പ്രിയപ്പെട്ട ജനസാഗരത്തിന്റെ മനോമുഖരത്തിലേക്ക് ഇബ്ലീസ് കടന്നു വന്നോ? നിനക്കവിടെ സ്ഥാനമില്ലടോ എന്ന് പറയോ? എന്റെ ചുണക്കുട്ടന്മാരെ, നീ ഒരുങ്ങി വരണം കേട്ടോ. ഇല്ലെങ്കിൽ ഈ റമദാൻ നമ്മളെ ശപിക്കൂലേ? ഈ റമദാനിന്റെ ഖുർആൻ നമ്മളെ ശപിക്കൂലേ? നമ്മുടെ പള്ളിയുടെ അകത്തളങ്ങളെ സുജൂദ് നമ്മളെ ശപിക്കൂലേ? എന്റെ ചെറുപ്പക്കാരോ, എന്റെ പ്രിയപ്പെട്ട ഉപ്പമാര്, എന്റെ ഉമ്മമാര്, ഇബ്ലീസ് കടന്നു വരുന്നോ? മനസ്സിന്റെ വെളിച്ചം കെടുത്തുക. എന്റെ സഹോദരങ്ങളെ രംഗത്ത് വന്നോ? അതിനല്ലാഹു ഭാഗ്യം തരട്ടെ. പൂർണ്ണമായും ഒഴിവാക്കണം. അപരാധം പറയുക, അപവാദം പറയുക, അതൊക്കെ നമ്മൾ വളരെ ഗൗരവത്തോടെ കാണേണ്ടതാണ്. ഇന്ന് യുവാക്കൾക്ക് അതൊരു രസമാണ്.
യൂട്യൂബിലും വാട്സപ്പിലും മൊബൈലിലും ഒക്കെ പ്രിയപ്പെട്ട ഉസ്താദുമാരുടെ തലവെട്ടിക്കയറ്റി, അല്ലേ, തങ്ങന്മാരുടെ തലവെട്ടിക്കയറ്റി. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. 16-ാം തീയതി മലപ്പുറം ജില്ലയുടെ പുത്തമ്പള്ളിയിൽ പറയുന്നുണ്ട് നാശത്തിന്റെ പുതിയ മോഡൽ. കഴിഞ്ഞ പ്രാവശ്യം പറയാൻ നേരത്ത് മഴ പെയ്തിട്ട് ആ പ്രോഗ്രാം മാറ്റിവെച്ചു. റമദാനിന്റെ 16-ാമത്തെ ദിവസം 16-ാം തീയതി, ജൂലൈ 16-ാം തീയതി ഇൻഷാ അല്ലാഹ് വിഷയം പറയുന്നേ. പഠിക്കാൻ അള്ളാഹു തൗഫീക്ക് തരട്ടെ. വാട്സപ്പ്, ഫേസ്ബുക്ക്, യൂട്യൂബ്, ഗൂഗിള്, അതുപോലെ സ്കൈപ്പ് ഒക്കെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇന്ന് വളരെ സിമ്പിളായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് ഹറാമിയത്തുകൾ കടന്നു വരികയാണ്. ഒരുപാട് ഹറാമിയത്തുകൾ. അതിനിടയിൽ SKSFന്റെ പ്രിയപ്പെട്ട പ്രവർത്തകർ ചെയ്യുന്നത് പോലെ ഗ്രൂപ്പായിട്ട് തന്നെ ഒരു ദീനി ദഅവത്തിന്റെ മേഖലയുണ്ട്. അതിനെ ആരും മൈൻഡ് ചെയ്യാറുമില്ല. അതിനെ പലരും മൈൻഡ് ചെയ്യാറുമില്ല. വളരെ സങ്കടം തോന്നലുണ്ട് പലപ്പോഴും. ഒരു ദിവസം ഒരു ചെറുപ്പക്കാരൻ കാണിച്ചു തന്ന യൂട്യൂബില് പാണക്കാട് കുടുംബത്തിൽ 5 സയ്യിദന്മാരെ നിരത്തി നിർത്തിയിട്ട് പറയാൻ തന്നെ പേടിയാവുകയാണ്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. പറയാൻ തന്നെ പേടിയാവുകയാണ്. ഇവിടെ നിറങ്ങിപ്പോയത് കണ്ടില്ലേ പ്രകാശഗോപുരങ്ങൾ. അള്ളാഹു നിലനിർത്തി കൊടുക്കട്ടെ. ഇനിയും കാണാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇനിയും കാണാൻ അള്ളാഹു തൗഫീഖ്. ഏതു പ്രസ്ഥാനത്തിന്റെ ഉള്ളറയിലും പാണക്കാട് കുടുംബത്തിന്റെ ഒരു സ്പർശനമുണ്ടാകും. അതാണ് നമ്മുടെയൊക്കെ പ്രസ്ഥാനത്തിന്റെ വളർച്ച, അല്ലേ? ഇവിടെ അബ്ബാസ് അലി ശിഹാബ് തങ്ങളുണ്ട്. അള്ളാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ. 5 സയ്യിദന്മാരെ നിരത്തി നിർത്തിയിട്ട് അതിന് താഴെ അതിലൊന്നാമത്തത് ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ പൊന്നുമോൻ മുനവർ അലി ശിഹാബ് തങ്ങൾ. ഒരുപാട് സരസില ബഹുമാനപ്പെട്ടവരോടൊപ്പം പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തോ ഒരു പാഠവമാണ്, എന്തോ ഒരു കഴിവാണ്, എന്തോ ഒരു വിദ്യാഭ്യാസമാണ്, എന്തോ ഒരു സംഭാഷണ ശൈലിയാണ്, എന്തോ ഒരു വിനയമാണ്. അള്ളാഹു അതിന്റെ ഒരു അംശമെങ്കിലും താഴ്മയും വിനയവും അള്ളാഹു നമുക്കും തരട്ടെ. ഖബറിലേക്ക് കൊണ്ടുവെക്കുമ്പോൾ നമ്മുടെ അഹന്തയും അഹങ്കാരവും ഒക്കെ കൂടെ വരും. വിനയമാണ് കൂടെ വരേണ്ടത്, വിനയമാണ് കൂടെ വരേണ്ടത്, വിനയമാണ് കൂടെ വരേണ്ടത്. 5 സയ്യിദന്മാരെ നിരത്തി നിർത്തിയിട്ട് അതിന്റെ താഴ്ഭാഗത്ത് 5 പന്നികളുടെ ഫോട്ടോ കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് അതിന്റെ അടിയിൽ എഴുതി വെച്ചിരിക്കുന്നു, ഇവർക്ക് 2 പേർക്കും കേരളത്തിൽ ഒരു ജോലിയാണത്രേ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അവൻ ആരെടുത്തു പോയി പൊരുത്തം ചോദിച്ചിട്ട് തൗബ ചെയ്യും? ലോകത്താരോട് പോയി പൊരുത്തം ചോദിക്കും? ലോകത്തെങ്ങനെ അവൻ തൗബ ചെയ്യും? അതാദ്യം മൊബൈലിലേക്ക് വിട്ട സഹോദരൻ കോടിക്കണക്കിന് ജനങ്ങൾ അത് കണ്ടതിന്റെ അദാബിന്റെ പാത്രീഭൂതരാകുമ്പോൾ ഇതുപോലെ ഓരോ ഫസാദും ഓരോ ഈബത്തും ഓരോ തിന്മയും വളരുകയല്ലേ? ഇബ്ലീസിന് ലഅനത്തുള്ളാഹി വല്ലാത്ത എളുപ്പമല്ലേ നിങ്ങൾ ചെയ്തു കൊടുത്തത്? വല്ലാത്ത സഹായമല്ലേ നിങ്ങൾ ചെയ്തു കൊടുത്തത് ഇബ്ലീസിന് ഇങ്ങനെ ഒരു അവസരമുണ്ടാക്കാൻ? അല്ലേ? വളരെ സൂക്ഷിക്കണം. പെൺകുട്ടികൾ നിർബന്ധമായും ഫേസ്ബുക്കും യൂട്യൂബും ഒക്കെ ഒഴിവാക്കിയേ പറ്റുകയുള്ളൂ. നിർബന്ധമാണ് ആ വിഷയം. ഉമ്മമാരുപ്പമാർ ആ വിഷയത്തിൽ ഒരു ഉറച്ച തീരുമാനമെടുത്തില്ലെങ്കിൽ നമ്മുടെ മക്കളുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകും. മസ്തയ്ക്കുള്ളിൽ ഹെഡ്സെറ്റ് വെച്ച് കാമുകനോട് ആരും അറിയാതെ സംസാരിക്കുന്ന പൈങ്കിളിയായി നമ്മുടെ പൊന്നുമോള് മാറും. പ്രകാശം കെടുത്താൻ കടന്നു വരുന്നത് മർഹലത്തു മാസി സഗീറ, ചെറിയ പാപങ്ങളിലൂടെയാണ്. ഇത് ചെറുതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നിസ്സാരമായി കാണുന്ന ചെറിയ പാപങ്ങളുണ്ടല്ലോ സഹോദരങ്ങളെ, ഒരുപാട് ചെറിയ പാപങ്ങൾ ചെയ്യുമ്പോൾ അള്ളാന്റെ വെറുപ്പ് നിങ്ങൾക്ക് കടന്നു വരുന്നതാണ്. കിബിലയുടെ മുൻഭാഗത്തേക്ക് നമ്മുടെ വലതുഭാഗത്തേക്ക് തുപ്പല് കറാഹത്താണ്, ചെയ്യാൻ പാടില്ലാത്തതാണ്, ചെറിയ പാപങ്ങളിൽ പെട്ടതാണ്. കിബിലയുടെ നേരെ കാല് നീട്ടുക, ഖുർആന്റെ നേരെ കാല് നീട്ടുക. എന്റെ പ്രിയപ്പെട്ടവർ, ഇതൊക്കെ നിസാരമെന്ന് പറഞ്ഞ് മനസ്സിലാക്കാനുള്ളതല്ല. പഠിച്ചോ. റമദാനിൽ ഒരു മര്യാദയുടെ കുടുംബമായി വളരട്ടെ. റമദാനിൽ കെട്ടുപോലെ മനസ്സിന്റെ പ്രകാശങ്ങൾ വല്ലാതെ പ്രതിഫലിക്കട്ടെ. അൽഹംദുലില്ലാഹ്. ഈ 2ാമത്തെ പത്തിന്റെ പകുതി മുതൽ മണ്ണാർക്കാട് വന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ ഭവനത്തിന്റെ ഉള്ളറയിലേക്ക് അല്ലാഹുവിന്റെ പ്രകാശത്തിന്റെ മലക്കുകൾ കടന്നു വരട്ടെ. ഇങ്ങനെ ഏതെങ്കിലും ഒരു വഴിയിലൂടെ ഇബ്ലീസ് കടന്നു വന്നിട്ട് മനസ്സിന്റെ വെളിച്ചം കെടുത്തുമല്ലോ. അഹദിയിലേക്കും യാ ബനീ ആദമ അല്ലാ തഅബുദു ശൈത്താൻ ഇന്നഹു ലകും അദുവ്വുൻ മുബീൻ.
അല്ലാഹുവിന്റെ ഖുർആൻ പരിചയപ്പെടുത്തുകയാ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, ഇബ്ലീസിനെ ആരാധിക്കാൻ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ല. അവനാരെന്നറിയോ? ഇന്നഹു ലക്കും അദുവ്വൻ മുബീൻ. അവൻ നിങ്ങളുടെ ഏറ്റവും വ്യക്തമായ ശത്രുവാണ്. ആ ഇബ്ലീസ് കടന്നു വരുമ്പോ മനുഷ്യൻ ദുഷ്ടനായി പോവുകയാണ്, മനുഷ്യൻ മനസ്സു ദുഷിച്ചു പോവുകയാണ്. അയ്യുന്നാസി അഫ്ളലു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്ന് ജനങ്ങളിൽ ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും ശ്രേഷ്ഠമായവരാരാണ് നബിയേ? ഇന്ന് മണ്ണാർക്കാട് വന്നവരിൽ ഏറ്റവും ശ്രേഷ്ഠമായവരാരെന്ന് ഞാൻ പറഞ്ഞയോ? ചാക്കവും അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഹദീസ് ഞാനിവിടെ കൊണ്ടുവരികയാ. എന്റെ മുമ്പിൽ തൊപ്പിയിട്ടവരുണ്ടല്ലോ, താടി വെച്ചവരുണ്ടല്ലോ, തലയിൽ കെട്ടുകാരുണ്ടല്ലോ, നിസ്കാരത്തഴമ്പുള്ളവരുണ്ടല്ലോ, റമദാൻ 15 മുമ്പ് 2 പ്രാവശ്യം ഖത്തം തീർത്തവരുണ്ടല്ലോ, 3ഉം 4ഉം പ്രാവശ്യം ഓതി തീർത്തവരുണ്ടല്ലോ, 1 ലക്ഷം ദിക്ർ ചൊല്ലിയവരുണ്ടല്ലോ. അല്ലാഹുവേ, അങ്ങനെ ആരെല്ലാം ഉണ്ട്? ഉംറ കഴിഞ്ഞ് വന്നവരുണ്ട്, എന്നോടൊപ്പം ഫലസ്തീൻ യാത്ര കഴിഞ്ഞ് വന്ന പാലക്കാട് ഹബീബ് ഹാജിയുണ്ട്. അതുപോലെ ഒരുപാട് ആളുകളുണ്ട്. ഇവിടെ വന്നിരിക്കുന്നവരിൽ നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠനായവർ ആരെന്ന് മുത്തുനബി തങ്ങളോട് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയോ? മുത്തായ തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, സുദൂഖുൽ ലിസാൻ കുല്ലു മഖ്മൂമിൽ ഖൽബി വസുദൂഖുൽ ലിസാൻ. നാവ് കൊണ്ട് സത്യം മാത്രം പറയുന്നവർ മഖ്മൂമുൽ ഖൽബിന്റെ ഉടമസ്ഥരുമാണ്. ഒന്നാമത്തെ വിശേഷണം റസൂലുള്ള പറഞ്ഞത്, നാവ് കൊണ്ട് സത്യം മാത്രം പറയുന്ന ആരാണിവിടെ? യാതൊരുവിധ ഉളുപ്പുമില്ലല്ലോ. കെട്ടുണ്ടോ നോക്കാറ്, കൊട്ടായത്തിന്റെ നിറം നോക്കാറ്, നിലനിൽപ്പിന് വേണ്ടിയിട്ട് എന്തൊക്കെയാ വിളിച്ചു പോകുന്നത്? പറയല്ലേ റബ്ബേ, മരിക്കുന്നത് വരെ ഉസ്താദുമാര് എഴുതി പഠിപ്പിച്ച് വരച്ച് കാണിച്ചു തന്ന ഖുർആന്റെ ആയത്തല്ലാതെ, ഹദീസല്ലാതെ, കിതാബിന്റെ അക്ഷരജ്വാലകളല്ലാതെ കയ്യിൽ നിന്നൊരു വാക്ക് പറയുന്ന ഗതികേട് ത്തിന്റെ വല്ലാണെന്ന് ഉസ്താദുമാര് ആമീൻ പറഞ്ഞോ? മുത്തഅല്ലിമീങ്ങളെ, എന്നെക്കാളും അറിവുള്ളവരാണ്. നിങ്ങളെന്നറിയോ? അർത്ഥമില്ല. റസൂലിനോട് മഹ്മൂമുൽ ഖൽബ് എന്ന് പറഞ്ഞാൽ എന്താ? അത് വാക്കിന്റെ അർത്ഥം മനസ്സിലായില്ല. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഹുവ തഖിയ്യുൻ നഖിയ്യു ലാ ഇസ്മ ഫീഹി വലാ ബഗിയ വലാ ഇല്ല വലാ ഹസദ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ആരെന്നറിയോ? ഹൂർലിന്റെ പർദയിട്ട് എന്റെ സ്പെഷ്യലായിട്ട് പുതിയ നിങ്ങളൊന്ന് അത് ഭയങ്കര കട്ടുണ്ട്. നല്ലൊരു പ്രസംഗാണ്, നല്ലൊരു വയറ്. നിങ്ങളൊന്ന് കട്ടുണ്ട്, ഒന്ന് ശ്രദ്ധിക്കേ. ഓക്കെ, ഞാൻ മൈക്കൂട്ടു. അസ്സലാമു അലൈക്കും. റമളാനായിട്ട് പോലെ കുടുംബബന്ധത്തെ നശിപ്പിച്ചു കളഞ്ഞ പെങ്ങള്, റമളാനായിട്ട് പോലെ ഭർത്താവിനോട് പിണക്കം കാണിക്കുന്ന പെങ്ങള്, റമളാനായിട്ട് പോലെ കൂടപ്പുറപ്പുകൾക്ക് മനസ്സിന്റെ കത്ത് സ്ഥാനം കൊടുക്കാത്ത എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോ, നിനക്കെന്തിനാടാ റമളാ? കന്നുകാലികളെ പോലെ മണ്ണാർക്കാട് റോഡിലൂടെ തിന്നുകൊണ്ട് നടന്നോ, കല്ലുകുടിച്ച് നടന്നോ? നിനക്ക് റമളാനില്ലോ, നിനക്ക് റമളാൻ
റമദാനിന്റെ പുണ്യമില്ല. കൂടപ്പിറപ്പുകളോട് പിണങ്ങിക്കഴിയുന്ന, കുടുംബത്തിനോട് പറക്കിച്ചു കഴിയുന്ന, സഹോദരങ്ങളെ മോശമായി ചിത്രീകരിക്കുന്ന നിനക്ക് റമദാനില്ല, നിനക്ക് റമദാനില്ല. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഏറ്റവും ശ്രേഷ്ഠനാരെന്നറിയുമോ? സംസ്കരിച്ചെടുത്ത മനസ്സിന്റെ ഉടമയാണ്. ആ ഉടമയാകാ അള്ളാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. അങ്ങനെ ഒരു മനസ്സിലുള്ള ഏതു സ്ഥാനമെന്നറിയോ? അറിയാതെ നമ്മുടെ മനസ്സിന്റെ കവാടം തുറന്ന് ഇബ്ലീസ് കടന്നു വരുന്ന ഒരു രംഗത്തെ കുറിച്ചാണ് മുത്ത് റസൂൽ പറയുന്നത്. ഇന്ന റജുല ലയഅമലു സമാനത്തുബീൽ ബിഅമാലി അഹ്ലിൽ ജന്ന. സ്വർഗത്തിന്റെ അഹ്ലുകാരുടെ അമലുകളുമായിട്ട് ഒരു മനുഷ്യൻ ഒരുപാട് കാലം അമൽ ചെയ്യുകയാണ്, ഒരുപാട് നമസ്കരിക്കുകയാ, ഒരുപാട് ഖുർആൻ ഓതുകയാ, ഒരുപാട് സദഖ ചെയ്യുകയാ. എന്റെയും കബീർ ബാക്കവി ഉസ്താദിന്റെ എല്ലാം 100 മജ്ലിസിൽ വന്നു ഉസ്താദേ, 200 മജ്ലിസിൽ വന്നു ഉസ്താദേ, എവിടെയും സദഖ ചോദിക്കുമ്പോൾ ഞങ്ങൾ ആദ്യമാണ് ഉസ്താദേ എന്നൊക്കെ പറയുന്ന എത്രയോ ചെറുപ്പക്കാരുണ്ട്. ബിഅമാലി അഹ്ലിൽ ജന്ന. സ്വർഗത്തിൽ കടന്നു പോകുന്ന പ്രവർത്തനങ്ങളാണതൊക്കെ. അങ്ങനെയുള്ള പ്രവർത്തനങ്ങള് ഒരുപാട് കാലം ചെയ്ത മനുഷ്യരുണ്ടല്ലോ, ഒരുപാട് കാലം ചെയ്ത മനുഷ്യരുണ്ടല്ലോ. സുമ്മ യഖ്തിമുല്ലാഹു ലഹു അമലുഹു ബിഅമാലി അഹ്ലിന്നാർ. അവൻ മരിക്കുമ്പോ ഇബ്ലീസ് അവനെ കൊണ്ട് ഹറാം ചെയ്യിപ്പിച്ചിട്ട് നരകത്തിന്റെ ആളായി മരിപ്പിക്കുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ. ഒരുപാട് കാലം നിസ്കരിച്ച് നിസ്കാരത്തഴമ്പ് വന്ന് പരതയിട്ട് മഫ്തയിട്ട് ദിക്റും സ്വലാത്തും ചൊല്ലി ഖുർആനോദി അവസാനം മരിക്കുമ്പോ ബിഅമാലി അഹ്ലിന്നാർ, നരകത്തിന്റെ പ്രവൃത്തി ചെയ്തുകൊണ്ട് ഇബ്ലീസ് അവനെ മരിപ്പിക്കുമത്രേ. അവിടെയാണ് ഇന്ന് വരെ എടുത്തുവെച്ച മുഴുവൻ പ്രകാശവും കെട്ടുപോകുന്നത്. നന്മയുള്ള മനസ്സിലേക്ക് തിന്മ അവസാനം കോരിയൊടിച്ച് തിന്മയുടെ തീക്കരകൾ വെന്തുരുകിയിട്ട് നരകത്തിലായി മരിച്ചു പോകുന്ന രംഗമുണ്ടല്ലോ. അല്ലാഹുവേ കാത്തുരക്ഷിക്കണേ അല്ലോ. ഈ റമദാനിൽ എത്ര കഷ്ടപ്പെട്ടാണ് 2 മണിക്കൂർ വാള് പറയുന്നതല്ലോ. ഈ റമദാനിൽ എത്ര ത്യാഗം സഹിച്ചാണ് എന്റെ ഉമ്മ ഉപ്പമാര് ഒരുപാട് നേരത്തെ ഈ ഗ്രൗണ്ടിലേക്ക് കടന്നു വന്നതല്ലോ. ഇതെല്ലാം പൊളിച്ചു കളഞ്ഞ അവസാനം നരകത്തിലായി മരിക്കുന്ന രംഗത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടല്ലേ മഹാന്മാരെല്ലാം എപ്പോഴും അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നത്. അല്ലാഹുമ്മ അഹ്സിൻ ആഖിബതനാ. അല്ലാഹുവേ ഞങ്ങളുടെ അന്ത്യം നീ നന്നാക്കി തരണേ അല്ലാ, ഞങ്ങളുടെ അന്ത്യം നീ നന്നാക്കി തരണേ അല്ലാ. എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷമുള്ള ദിനരാത്രങ്ങളായിരുന്നു റമദാനിന്റെ 3ാമത്തെ ദിവസം മുതൽ 7ാമത്തെ ദിവസം വരെ. അൽഹംദുലില്ലാഹ് 4 ദിവസവും ഞാൻ നോമ്പ് തുറന്നത്. റൗളത്തും മിൻ റിയാദിൽ ജന്ന. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ സ്വർഗത്തിന്റെ പൂന്തോട്ടത്തിൽ ഇരുന്നു കൊണ്ടാണ്. ഇബ്ലീസ് വരാതെ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അമലുകളൊക്കെ പൊളിഞ്ഞു പോയാ പിന്നെ എന്താ എന്റെ കയ്യിലുള്ളത്? നിങ്ങൾ ചെയ്ത അമലുകളൊക്കെ പൊളിഞ്ഞു പോയാ പിന്നെ എന്താ നിങ്ങളുടെ കയ്യിലുള്ളത്? 3 മണിയാകുമ്പോ റിയാദിൽ ജന്നയിൽ കയറിയാ പിന്നെ ഇറക്കി വിടൂല്ല. റമദാനിൽ പോകുന്നവർക്ക് റിയാദിൽ ജന്നയിൽ ഇരിക്കാൻ ഒരു മാർഗം ഞാൻ പറഞ്ഞു തരാം. 2:30 മണിയാകുമ്പോ റിയാദിൽ ജന്നയിലേക്ക് ജനങ്ങൾ എങ്ങനെ നിസ്കരിക്കാൻ 2 റക്അത്ത് നിസ്കരിക്കട്ടെ. നിറഞ്ഞിരിക്കുന്നവരോട് ചോദിക്കുകയാണ്, 2 റക്അത്ത് ഞാനൊന്ന് നിസ്കരിച്ചോട്ടെ. എന്റെ ഹബീബ് സ്വർഗത്തിന്റെ സ്ഥലമെന്ന് പറഞ്ഞ സ്ഥലത്ത് 2 റക്അത്ത് ഞാനൊന്ന് നിസ്കരിച്ചോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അനുവാദം ചോദിക്കുമ്പോ അല്പമൊന്ന് മാറിക്കൊടുക്കുമ്പോ ഒരു കാല് വെക്കുന്ന സ്ഥലം അവിടെ 2 കാല് വെച്ചിട്ട് ഊതിങ്ങി നിന്നുകൊണ്ട് മസ്ജിദുൻ നബവിയെ കുറിച്ചായി പറയുന്നേ. ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് നമസ്കരിക്കാനുള്ള സംവിധാനവും സൗകര്യവുമുള്ള മസ്ജിദുൻ നബവിയെ കുറിച്ചാ പറയുന്നേ. റിയാദുൽ ജന്നയിൽ 1 കാല് വെക്കാൻ പറ്റുന്ന സ്ഥലത്ത് 2 കാലങ്ങോട്ട് വെച്ചിട്ട് 2 റക്അത്ത് നിസ്കരിച്ച് സലാം കിട്ടുമ്പോൾ അടുത്ത ആള് വരികയാണ്.
അല്ലാഹുവേ, മരിക്കുന്നതിന് മുമ്പ് ഈ നെറ്റിത്തടത്തെ അവിടെ മതിവരുവോളം ഒന്ന് കൊണ്ടുവെക്കാൻ ഇവിടെ വന്ന ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണേ തമ്പുരാനെ. പോകാത്തവര് കൈമുക്കി, പോകാത്തവര് പൊക്ക്, ധൈര്യമായിട്ട് പൊക്ക്. ഇപ്പോ അള്ളാഹു അതിനുള്ള അവസരം നിങ്ങൾക്ക് തരാൻ പോവാ. അള്ളാഹു തൗഫീഖ് കൊടുക്കട്ടെ. കൈ അങ്ങനെ വെച്ചോ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹ്, പടച്ചവരേത് റമദാനാണ്, ഞങ്ങളൊക്കെ നോമ്പുകാരാണ്. റിയാദുൽ ജന്നയിൽ നമസ്കരിക്കാറ് ഈ കൈ ഉയർത്തി പിടിച്ചിരിക്കും വരെ മരിപ്പിക്കേറ്റ സുജൂദല്ലേ അല്ലാഹ്. പലപ്പോഴും പോകുമ്പോ അവിടെ 2 റക്അത്ത് നിസ്കരിക്കാനേ സമയം കിട്ടിയിരുന്നു. പ്രാവശ്യം ആദ്യ ദിവസം പോയി റിയാദുൽ ജന്നയിലേക്ക് കടന്നപ്പോ 3 മണിയായി. ഇരിക്കാനൊട്ട് സ്ഥലമില്ല, നിൽക്കാനും സ്ഥലമില്ല, നിറഞ്ഞിരിക്കാൻ. പെട്ടെന്നൊരു സഹോദരൻ അവിടെ ഇരുന്നിട്ട് അല്ലേ നിങ്ങൾ ചോദിച്ചു. അള്ളാഹു നമുക്കൊക്കെ തന്ന വലിയ ഭാഗ്യത. ബസ്സിൽ സീറ്റ് കിട്ടിയില്ലെങ്കിലും, വഴി നിൽക്കുമ്പോൾ ഉസ്താദെ വണ്ടിയിൽ കയറ്റിക്കൊണ്ട് പോകാമെന്ന് പറഞ്ഞില്ലെങ്കിലും, കടം വരുമ്പോ സഹായിക്കാമെന്ന് പറഞ്ഞില്ലെങ്കിലും, റിയാദുൽ ജന്ന പോലെയുള്ള സ്ഥലത്ത് ഇരിക്കുമ്പോ ഉസ്താദെ അഷാവാക്കവയല്ലേ, ഞാൻ മാർത്തരാ, ഉസ്താദിരുന്നാ ഞങ്ങൾക്കൊക്കെ വേണ്ടി ദ്വാരക്കോല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രിയപ്പെട്ട സഹോദരൻ ആ സ്ഥലത്തിൽ നിന്ന് എഴുന്നേറ്റ് മാറി. ഞാൻ പറഞ്ഞു ഇരിക്കും, ഞാൻ പിന്നീട് വന്നോ. അല്ല ഉസ്താദിരിക്കും, ഉസ്താദൊക്കെ പ്രസംഗിച്ചില്ലേ ഞങ്ങൾ ഇവിടെ വന്നത്, ഉസ്താദിരിക്ക്. അവിടെ ഇരുന്നു. എന്നിട്ട് ആ സഹോദരൻ എഴുന്നേറ്റ് പോകുന്നതിന് മുമ്പ് പറഞ്ഞത് എന്താണെന്നറിയോ? നാളെ മുതൽ ഉസ്താദ് വന്നോ, 3 മണിക്ക് ഇതിന്റെ അകത്ത് കയറിയാൽ പിന്നെ അസർ കഴിഞ്ഞ് നോമ്പ് തുറക്കുന്നതിനുള്ള സുപ്രവിരിക്കലും മറ്റുമൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് പിന്നെ ആരെയും പുറത്തിറക്കൂല. പിന്നെ കയറിയവര് തന്നെ തറാവീഹ് കഴിഞ്ഞിറങ്ങിയാൽ മതി, അതുവരെ നിങ്ങൾക്ക് ഇരിക്കാം. കേട്ടപ്പോ ഞെട്ടിപ്പോയി. പഠിച്ചു വെച്ചോ, റമദാനിൽ പോയാൽ എല്ലാവരും ഒരുമിച്ച് പോകാൻ അന്ന് പിന്നെ സ്ഥലം കിട്ടൂല. റമദാനിൽ പോയാൽ ഇത് നിങ്ങൾ പഠിച്ചു വെച്ചു. അന്നേരം അകത്തായി കഴിഞ്ഞാൽ പിന്നെ വെളിയിറങ്ങണ്ട. ചില ആളുകൾ വിചാരിക്കും അങ്ങനെ തറാവീഹ് കഴിഞ്ഞ് ഇറങ്ങാൻ പറ്റുള്ളൂ, പിന്നെ അന്നേരം കയറണ്ടെന്ന് പറയും. ആ സ്ഥലത്തിന്റെ പ്രത്യേകത അറിയാത്തത് കൊണ്ടല്ലേ. അല്ലാഹുവേ, റിയാദുൽ ജന്നയാണ്. പിന്നാരെ നബിതങ്ങൾ പറഞ്ഞ് എന്റെ മിമ്പറിന്റെയും എന്റെ റൗളയുടെയും ഇടയിലുള്ള സ്ഥലം. അല്ലാഹുവേ, പടച്ചവനെ നീ സ്വീകരിക്കണേ റബ്ബേ. വിഷമിക്കേണ്ട, നിങ്ങൾക്കൊക്കെ ദ്വാരുന്നു. അബ്ദുറസാഖ് ബുസ്താനി കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ഒരു കുഞ്ഞു വേണം, എനിക്ക് ദ്വാരക്കണം. 25 കൊല്ലം കൊണ്ട് മദീനത്തും മക്കത്തും പോയി വരാണ്. അള്ളാഹു അങ്ങനെയാണല്ലോ, ചിലർക്ക് മക്കളെ കൊടുക്കൂല, ചിലർക്ക് ആമക്കളെ മാത്രം കൊടുക്കും. ഞാനൊരു പെൺകുട്ടിക്ക് വേണ്ടി എത്ര ദ്വാരക്കാൻ തുടങ്ങിയത്, എന്ന് തുടങ്ങിയതാണ്. മണ്ണാർക്കാടുകാരറിഞ്ഞില്ലേ, 4ാമത്തതും ആൺകുട്ടിയാണ്. ഈ അടുത്ത സമയത്ത് പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ എന്റെ ഒരു കൂട്ടുകാരനെ മണ്ണാർക്കാട് ഗ്രീൻ സ്റ്റാർ ഹോട്ടലിൽ, നമ്മൾ അബീബാജിയുടെ ഹോട്ടലിലൊക്കെ ഒന്ന് പോയി, എന്നോടൊപ്പം വരസിയിലൊക്കെ വന്നയാളാ. പോയിട്ട് പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ കാസർഗോഡുള്ള എന്റെ അബ്ദു എന്ന് പറയുന്ന കൂട്ടുകാരനെ ട്രെയിൻ കയറ്റി വിടാൻ വേണ്ടി വന്നപ്പോ അവിടെ വഴിയിൽ നിന്ന് ഹോട്ടലിന്റെ ഇലയിൽ നിന്ന് ഭക്ഷണം നീക്കിയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയും ഒരു പുരുഷനും. അവരുടെ ഒക്കത്ത് ഒരു കുഞ്ഞിരിക്കുന്നു, ഒരു കുഞ്ഞ് ഓടിക്കളിക്കുന്നു. 2 പെൺകുട്ടിയാണ്. അവർക്ക് നോക്കാൻ നിവർത്തിയില്ല. അതിന് പനിയും ചുമയും കുരയും ഒക്കെ ഉണ്ട്. ഒരു ചെറിയ കുഞ്ഞ് ആ റെയിൽവേ സ്റ്റേഷനിൽ കിടക്കുന്നു. ഒരു ചെറിയ തുണി മാത്രമേ പുറത്തുള്ളൂ. ഞാൻ ചിന്തിച്ചു പോയി, അല്ലാഹു, അതും പെണ്ണായിരിക്കൂ? ഞാൻ എത്ര കൊല്ലം കൊണ്ട് ചോദിക്കുന്നു റബ്ബേ. ഒരു പെൺകുട്ടിയെ നോക്കാൻ നിവർത്തിയില്ലാത്തവർക്ക് കൊടുത്തത് 3 പെൺകുട്ടിയാ, അതും പെൺകുട്ടിയാ. 3 പെൺമക്കൾ. അല്ലാഹു ഇങ്ങനെയാണ്. പക്ഷേ ചില പ്രാർത്ഥനയിൽ അല്ലാഹു ചില തീരുമാനങ്ങളൊക്കെ മാറ്റിമറിക്കും. ചില ദുആ അങ്ങനെയാണ്. എത്രയോ ആളുകൾക്കുണ്ടായി 18 കൊല്ലത്തിന് ശേഷം മക്കൾ, 20 കൊല്ലത്തിന് ശേഷം മക്കൾ. ഓട്ടയോടിക്കാൻ പോലും ഗതിയില്ലാത്തവൻ അല്ലാഹുവിന്റെ പരിശുദ്ധ മദീനത്തും മക്കത്തും എത്തിയില്ല. എത്രയോ വീട് വെക്കാൻ നിവർത്തിയില്ലാത്തവർ വെച്ചു തുടങ്ങി, പെട്ടെന്ന് കഴിഞ്ഞു. എങ്ങനെയെന്നറിയില്ല ഉസ്താദെ, പെട്ടെന്ന് കഴിഞ്ഞു. ഇവിടെ ഇസ്ലാമിക് സെന്ററിന്റെ കീഴിൽ ഒരു വലിയ നിക്കാഹ് നടന്നു. കഴിഞ്ഞ വർഷമല്ല നടന്നു. ഒരു വലിയ നിക്കാഹ് നടന്നു. അവർക്ക് ഒരുപാട് സമ്പത്തുള്ളത് കൊണ്ടല്ല, പാവപ്പെട്ടവരുടെ കണ്ണീര് കണ്ടപ്പോൾ പ്രസ്ഥാനത്തിന്റെ പണി നടക്കട്ടെ, അതിനോടൊപ്പം ഇത് നടക്കട്ടെ. ഈ പ്രസ്ഥാനം അങ്ങോട്ട് കെട്ടിപ്പടുത്തുയർത്തിക്കഴിഞ്ഞാൽ അതിന്റെ കീഴിൽ ഇതൊക്കെ നടക്കും. പെൺകുട്ടികൾ ഇന്ന് താമസിക്കുന്ന ഹോസ്റ്റലുകളിലൊക്കെ വളരെ വളരെ മോശമാണ്. എന്തൊക്കെയാണ് ഇവിടെ നടക്കുക? അതിനൊക്കെ ഒരു മാറ്റം വരുത്തി ഇസ്ലാമികമായ രീതിയിൽ ജീവിക്കാൻ ചിട്ടക്കൂടുണ്ടാക്കിയ ഹോസ്റ്റൽ ഉണ്ടാകും.
ഹിഫ്ദുൽ ഖുർആൻ കോളേജും അക്കാഡമിയും ഒക്കെ ഉണ്ടാകും. അൽഹംദുലില്ലാ. അങ്ങനെ ഒരുപാട് പദ്ധതികളുണ്ട്. അള്ളാഹു വിജയിപ്പിച്ചു തരട്ടെ. ഒന്നും പരാജയപ്പെടൂല. ഉസ്താദുമാർ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരൂല. ഉസ്താദുമാര്, ഒരു ഉസ്താദ് പറഞ്ഞത്, എന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് ആകെയുണ്ടായിരുന്ന കമ്മല് പോലും വിറ്റിട്ടാണ് ഇസ്ലാമിക് സെന്ററിന്റെ ആവശ്യത്തിന് വേണ്ടി ഓടുകയെന്ന. അള്ളാഹു തആല ആഖിറത്തിൽ സന്തോഷിക്കാൻ അള്ളാഹു തൗഫീഖ് കൊടുക്കട്ടെ. മുൻഗാമികൾ ചെയ്തു വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും ഒന്നുമല്ല. എങ്കിലും ഞാൻ പറയാം, നമ്മൾ സമർപ്പിക്കണം, നമ്മളെ തന്നെ സമർപ്പിക്കണം. എന്നിട്ട് പ്രകാശമുള്ള ഹൃദയത്തോടെ ഇൻഷാ അല്ലാഹ് മരിക്കണം. അവസാനം ഇത്രയും കൊല്ലം സ്വർഗത്തിന്റെ അമലുകൾ ചെയ്ത് അവസാനം വയഅമലു ബി അമലി അഹ്ലിന്നാർ, നരകത്തിന്റെ പ്രവൃത്തി ചെയ്തിട്ട് അങ്ങോട്ട് മരിച്ചു പോവുകയാണ്. അല്ലാഹുവേ, അല്ലാഹുവേ, അങ്ങനെ ഒരു അവസ്ഥയെ തൊട്ട് ഞങ്ങളെ കാത്തുരക്ഷിക്കണേ അല്ലാ, ഞങ്ങളെ കാത്തുരക്ഷിക്കണേ അല്ലാ. നരകത്തിന്റെ ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ട് അവസാനം അന്ത്യം വന്നു പോകുന്ന ഒരവസ്ഥ. ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ നോക്കുമ്പോൾ ഒരു സഹാബി യുദ്ധം ചെയ്യുകയാണ്. സഹാബികളൊക്കെ ആർത്തി വിളിച്ച് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അല്ലാഹുവിന്റെ റസൂലിനോട് ചെന്തേ സഹാബികളെ എത്ര ആവേശം. സഹാബികൾ പറയുന്ന നബിയേ, ഓ പ്രിയപ്പെട്ട കൂട്ടാളിയെ കണ്ടോ, ആ കൂട്ടുകാരനെ കണ്ടോ, വല്ലാത്ത ആവേശമാണ് നബിയെ, വല്ലാത്ത ആവേശമാണ് നബിയെ. ഇസ്ലാമിന്റെ ശത്രുക്കളെ മുഴുവനും വെട്ടിയെറിഞ്ഞിട്ട് ആവേശത്തോടെ രംഗത്ത് വരുന്ന നബിയെ, രംഗത്ത് വരുന്ന നബിയെ. മാത്രമല്ല അല്ലാഹുവിന്റെ റസൂല് ആ പ്രിയപ്പെട്ട സഹാബി തളയുന്നില്ലല്ലോ. മുത്ത് റസൂല് പറഞ്ഞയാള് സ്വർഗത്തിലല്ല, വഹുവ മിനന്നാർ, വഹുവ മിനന്നാർ, അവൻ നരകത്തിലാണ്. സഹാബികൾ അത്ഭുതപ്പെട്ടു പോയി. ആ മനുഷ്യന് സ്വർഗമില്ലെങ്കിൽ, ആ മനുഷ്യന് സ്വർഗമില്ലെങ്കിൽ പിന്നെ ആർക്കാണ് സ്വർഗം നബിയെ? ഇസ്ലാമിന്റെ പടക്കുതിരയെ പോലെ ഊരിപ്പിടിച്ച വാളുമായിട്ട് ശത്രുക്കളെ വെട്ടിയെറിയുന്ന ആ പ്രിയപ്പെട്ട സഹാബിക്ക് സ്വർഗമില്ലെങ്കിൽ പിന്നെ ആർക്കാണ് സ്വർഗം നബിയെ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നോക്കിക്കോ, അയാൾ എങ്ങനെയാണ് മരിക്കുന്നതെന്ന് നോക്കിക്കോ. കയ്യിലിരിക്കുന്ന ഊരിപ്പിടിച്ച വാളുകൊണ്ട് സ്വന്തം ശരീരത്തിലേക്ക് കുത്തുകയാണ്. ആത്മഹത്യ ചെയ്യുകയോ, കൂടുതൽ പുറത്തു വരികയോ, യുദ്ധത്തിന്റെ രണാകടത്തിൽ കിടന്ന് മരിക്കുകയോ. സഹാബികൾ അത്ഭുതപ്പെടുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ആരാണ് ചെയ്യിപ്പിച്ചതെന്നറിയോ? ആരാണ് ചെയ്യിപ്പിച്ചതെന്നറിയോ? ഇബ്ലീസുൽ ലഈൻ, ഇബ്ലീസുൽ ലഈൻ. ഏറ്റവും വലിയ കഷ്ടപ്പാടിന്റെ ജിഹാദിനെ പോലും നശിപ്പിച്ചില്ലേ? പിന്നെയാണോ നമ്മുടെ ചെറിയ നമസ്കാരങ്ങള്? പിന്നെയാണോ നമ്മുടെ ചെറിയ സ്വതക്കകള്? പിന്നെയാണോ നമ്മുടെ ചെറിയ പ്രവർത്തനങ്ങള്? അല്ലാഹുവേ, ഞങ്ങളെ കാത്തുരക്ഷിക്കണേ അല്ലോ. അടുത്ത ദുആ പഠിച്ചോ, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക. അല്ലാഹുവേ, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന പടച്ചവനെ, നിന്റെ ദീനം ഞങ്ങളുടെ ഹൃദയങ്ങളെ ഉറപ്പിച്ചു നിർത്തണേ അല്ലോ. നിന്റെ ദീനം ഞങ്ങളുടെ ഹൃദയങ്ങളെ ഉറപ്പിച്ചു നിർത്തണേ അല്ലോ. ആ ഇബ്ലീസ് അവസാന സമയത്ത് കടന്നു വന്നുകൊണ്ട് നശിപ്പിക്കുന്ന ഒരവസ്ഥ എന്റെ പ്രിയപ്പെട്ടവരെ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ മനസ്സിലേക്ക് ഇബ്ലീസ് കടക്കുമ്പോഴോ അബ്ദുൽ കരീം എന്ന് പറയുന്ന വാപ്പായ കൊന്നില്ലേ രണ്ടു മക്കള്, കൊന്നില്ലേ രണ്ടു മക്കള്. വാപ്പയെന്ന് നോക്കിയോ, തനിക്ക് സ്നേഹം തന്ന പിതാവെന്ന് ചിന്തിച്ചോ. മക്കളെ വാരിയെടുത്ത് മുത്തം കൊണ്ട് മുന്നില്ലാറുകള് ആവായ കൊന്നുകളെന്നില്ലേ. കേരളത്തിന് നിറഞ്ഞോടിയ ഒരു മലയാള സിനിമയാണ് അത്രയാ മക്കള് കണ്ടുപോയത്. ചെറുപ്പക്കാരോ, ചെറുപ്പക്കാരോ, തമാശയാണ് പറഞ്ഞല്ലോ. നൗഷാദ് വാക്കവി സിനിമയെക്കുറിച്ച് പറഞ്ഞപ്പോഴല്ല സീരിയൽ പറഞ്ഞരം പറയാൻ പറ്റും. ഒരു രണ്ടാമതെയും
കേരളത്തിലുള്ളത്. എന്റെ പ്രിയപ്പെട്ട മണ്ണാർക്കാട്ടിലെ ഉപ്പ, നിന്റെ മക്കൾ അങ്ങനെ ആവാതിരിക്കോ, നിന്റെ കുടുംബം അങ്ങനെ ആകാതിരിക്കോ, നിന്റെ മക്കളുടെ മനസ്സിലേക്ക് കടന്നു വരാതിരിക്കോ. ഈ അടുത്ത സമയത്ത് ഒരു മൃഗത്തിന് അസ്വസ്ഥത വന്നപ്പോ ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചപ്പോ മനുഷ്യപുത്രന്റെ ബീജമാണ് മൃഗത്തിന്റെ ഗർഭാശയത്തിനകത്ത്. മനുഷ്യന്റെ ബീജമാ. ഇത്രയ്ക്ക് മനസ്സമായി പോയല്ലോ, ഇത്രയ്ക്ക് മനസ്സ് ദുഷിച്ചു പോയല്ലോ. മകളെ മാനഭംഗപ്പെടുത്തിയ വാർത്ത വായിച്ചിട്ട് ഞെട്ടാത്ത കേരളമേ, വാപ്പ മകളെ മാനഭംഗപ്പെടുത്തിയ, സഹോദര സഹോദരിയെ മാനഭംഗപ്പെടുത്തിയ വാർത്ത വായിച്ചിട്ട് ഞെട്ടാത്ത കേരളം. ഈ അടുത്ത സമയത്തൊരു വാർത്ത വായിച്ചിട്ട് ഞെട്ടിയല്ലോ. മാതാവിനെ ക്രൂരമായി മാനഭംഗപ്പെടുത്തിയ മകന്റെ കഥ. അല്ലാഹുവേ, പേടിയാവുകയാണ്. മാതാവിനെ മാനഭംഗപ്പെടുത്തിയ മകന്റെ കഥ. റബ്ബേ, ഞങ്ങളുടെ കുടുംബത്തെ കാക്കടയല്ലോ. മനസ്സു ദുഷിച്ചാൽ ഉപ്പയെന്നില്ല, ഉമ്മയെന്നില്ല, കൂടപ്പറപ്പെന്നില്ല, സഹോദരങ്ങളെന്നില്ല. അതുകൊണ്ടല്ലേ 60 ലക്ഷത്തോളം വരുന്ന ജനങ്ങള് ഗ്യാസ് ചേമ്പലിട്ട് കത്തിച്ചു കരിച്ച് ചാരവാസിക്കളഞ്ഞ ഏകാധിപതിയും സ്വച്ഛാധിപതിയുമായി രാക്ഷസനെ പോലെ 500 പേരെ നിരക്ക് നിർത്തിയിട്ട് നിറയൊഴിച്ചു കൊന്നൊടുക്കിയ അഡോൾഫ് ഹിറ്റ്ലർ ഈ രാജ്യത്ത് ജീവിച്ചത് അവന്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ പിശാചിന് അവസരം തുറന്നുകൊടുത്തത് കൊണ്ടാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ലക്ഷക്കണക്കാണ് ജനങ്ങളെ കരിച്ചു കളഞ്ഞ രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ കാരണക്കാരിൽ ഒരാളായ മുസോളിനി മനുഷ്യന്റെ രക്തം പച്ചവെള്ളം പോലെ കുടിച്ചിട്ട് വയറ് നിറയാത്തെന്തുകൊണ്ടാണ്? മനസ്സിൽ നിന്ന് നന്മയെ ഇബ്ലീസ് കൊണ്ട് നശിപ്പിച്ചു കളഞ്ഞതുകൊണ്ടാണ്. മനസ്സിൽ നിന്ന് നന്മയെ ഇബ്ലീസ് നശിപ്പിച്ചു കളഞ്ഞതുകൊണ്ടാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ ഒരു രീതിയിൽ നമ്മുടെ മനസ്സ് മാറിയാൽ വളരെ വലിയ അപകടം പതിയിരിക്കുന്നുണ്ട്. പടച്ചതമ്പുരാൻ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽ മരിക്കുന്നതുവരെ എല്ലാ ദിവസവും ചെറിയ ഒരായത്താണ് 101 പ്രാവശ്യം നിങ്ങൾ ചൊല്ലണം എന്ന ഒരു നിയ്യത്തോടു കൂടിയാണ് ഇന്ന് ദുആ ചെയ്യാൻ പോവാ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ദുആ കഴിയാതെ പിരിഞ്ഞാൽ ഈ റമളാനിൽ നിങ്ങൾക്കുണ്ടാകുന്ന ഏറ്റവും വലിയ നഷ്ടം. ഇന്ന് ശരിക്കും വൈകി തുടങ്ങിയത് കൊണ്ട് നേരത്തെ നിർത്തി. ദുആ കഴിയാതെ പിരിഞ്ഞാൽ റമളാൻ നിങ്ങളെ ഏറ്റവും വലിയ നഷ്ടം. ഒരു 10 ചെറുപ്പക്കാർ, 10 സഹോദരങ്ങൾ ഈ സദസ്സിലൊന്ന് എഴുന്നേറ്റ് നിൽക്കണം. ഞാൻ ഈ തരുന്ന പുസ്തകം ഞാൻ പറയുന്ന തുകയ്ക്ക് വാങ്ങാൻ തയ്യാറാണെന്ന് പറയുന്ന 10 ചെറുപ്പക്കാർ അള്ളാഹു അർശിന്റെ തണല് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അള്ളാഹു ഉന്നതമായ പദവി. ഒന്നാമത്തെ ആളായ ചെറിയ തുകയെ പറയുള്ളൂ, അങ്ങനെ വിഷമിക്കേണ്ട. നിങ്ങളെ ഒരുപാട് വിഷമിപ്പിക്കുമല്ലോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒന്നാമത്തെ 1 2 എഴുന്നേറ്റ് നിന്നോ. 1 2 3 ആരാ എഴുന്നേറ്റ്? 4 ചെറുപ്പക്കാരുടെ നമ്മളെ നിസ്രത്തുൽ മസാക്കിന്റെ ചെറുപ്പക്കാരന് 4 5 6 7 8 9 എത്ര പേരായി? 10 കൂടുതലായിട്ട് എഴുന്നേറ്റ് കുഴപ്പമില്ല. 10 കൂടുതലായാലും കുഴപ്പമില്ല. എഴുന്നേറ്റിക്കാൻ വിഷമിക്കേണ്ട. അള്ളാഹുവിന്റെ മലക്കുകൾ കാണുന്ന വേദിയാണ്. പേരും പെരുമയ്ക്കൊന്നുമല്ലല്ലോ, അള്ളാഹുവിന്റെ മലക്കുകൾ കാണുന്ന വേദിയാണ്. അൽഹംദുലില്ലാ. ഇത്രയും പേർക്ക്, ഈ എഴുന്നേറ്റ് നിൽക്കുന്നവർക്ക് ഇൻഷാ അല്ലാഹ് ഇപ്പോൾ ഒരു ദുആ ചെയ്യാൻ പോകണം. 3 സ്വലാത്ത്. ഇതിനകത്ത് നിങ്ങൾ നോക്കുമ്പോൾ കുറഞ്ഞ പേപ്പറുകൾ. നമ്മുടെ സ്ഥാപനത്തിനൊരു സഹായം ഇതിന്റെ പുറകിൽ ചെയ്യാൻ വേണ്ടി എഴുതിയിട്ടുണ്ട്. അത് നിങ്ങളെ കൊണ്ട് പറ്റുന്ന നിങ്ങൾ എഴുതുക. അതൊരു പിരിവിന് വേണ്ടി ഞാൻ ഉസ്താദിനോട് പറഞ്ഞതാണ്. പിരിവിന് വേണ്ടി സമയം എടുക്കുന്നില്ല, അതുകൊണ്ട് ഉസ്താദ് കുഴപ്പമില്ല ഉസ്താദ്, നമുക്ക് നിങ്ങൾ പറയുന്ന പോലെ മതി. 5 മിനിറ്റെങ്കിൽ 5 മിനിറ്റ്, 10 മിനിറ്റെങ്കിൽ 10 മിനിറ്റ്. നമ്മുടെ സ്ഥാപനത്തെ എന്തായാലും നമ്മൾ പൊളിച്ചു കളയില്ല. പട്ടിണി കിടന്നിട്ടാണെങ്കിലും സമുദായത്തിന് വേണ്ടി ഞങ്ങളത് മാറ്റിവെക്കും. അള്ളാഹു വിജയിപ്പിച്ചു കൊടുക്കട്ടെ. ആ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഉസ്താദ് അസ്രഫി ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഇതിന്റെ അകത്ത് കുറച്ച് ദുആ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. നോമ്പിന്റെ നിയ്യത്ത്, അത്താഴത്തിന് ശേഷം 7 തവണ പറയാനുള്ള ഒരു ദുആ, റമളാനിൽ പ്രത്യേക സുന്നത്തുള്ള ദിക്ർ, താജു സ്വലാത്ത് എന്ന് പറയുന്ന വലിയ ദുആ സ്ത്രീകൾ നിർബന്ധമായും വാങ്ങിയിരിക്കണം. എത്ര കോപ്പിയുണ്ട് ഉസ്താദേ? 10,000. ഇന്ന് തികഞ്ഞില്ലെങ്കിൽ നാളെ ഇൻഷാ അല്ലാഹ് അടുത്തത് എന്തായാലും കൊണ്ടുവരണം. താജു സ്വലാത്തുണ്ട്. സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന് പറയുന്ന ഒരു ദുആ. ഈ ദുആ ഒരു പ്രാർത്ഥനയ്ക്ക് മുമ്പ് പറഞ്ഞാൽ ആ ദുആ അല്ലാഹു തട്ടിക്കളയില്ല. സയ്യിദുൽ ഇസ്തിഗ്ഫാർ ഒരു ദിവസം ഓരോ സ്ത്രീയും ഓരോ സഹോദരിയും ചെല്ലേണ്ടതാണ്. നാരിയത്ത് സലാത്ത്, വുളൂവിന്റെ ഇടയിലെ ദുആ, വുളൂവിന് ശേഷമുള്ള ദുആ, നിസ്കാര ശേഷമുള്ള സുന്നത്തുകൾ,
പിന്നെ മാരിവിന്റെയും സുബയുടെയും സമയം പ്രത്യേകിച്ച് ഇല്ലാനുള്ളത് ദാരിദ്ര്യമില്ലാതാകാനുള്ള ദുആ, കടം കൊണ്ട് വിഷമിക്കുന്നവർ കടം വിടാനുള്ള ദുആ, സുറുമയിടുമ്പോൾ ചെല്ലേണ്ടത്, കണ്ണാടി നോക്കുമ്പോൾ ചെല്ലേണ്ടത്, പുതിയ വസ്ത്രം ധരിക്കുമ്പോൾ ചെല്ലേണ്ടത്, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ചെല്ലേണ്ടത്, യാത്ര അയക്കുമ്പോൾ, വാഹനം കയറുമ്പോൾ, വാഹനം ഇറങ്ങുമ്പോൾ പ്രയാസങ്ങൾ വരാതിരിക്കാൻ, ഇങ്ങനെ തുടങ്ങി ഒട്ടനവധി കാര്യങ്ങൾ. പരലോക വിജയത്തിന്, സാമ്പത്തിക ഭദ്രതയ്ക്ക്, കച്ചവട ഐശ്വര്യത്തിന്, അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യം. മയ്യത്ത് നിസ്കാരത്തിന്റെ രീതി, രൂപം ഒക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് ഇത് നിങ്ങളുടെ മുന്നിൽ തരുമ്പോൾ സാധാരണ ഇങ്ങനൊരു പുസ്തകത്തിന് നിങ്ങൾ 50 100 കൊടുക്കുമായിരിക്കാം. പക്ഷെ ഇത് നമ്മുടെ മുൻഗാമികളായ ബഹുമാനപ്പെട്ട സൂഫിയാക്കൾ നമുക്ക് വേണ്ടി സമർപ്പിച്ചതാണ് എന്ന് മനസ്സിലാക്കി നിങ്ങൾ കൊണ്ട് കഴിയുന്നതിൽ ഏറ്റവും നല്ല ഒരു തുക ഈ ഇസ്ലാമിക് സെന്ററിന് വേണ്ടി നിയ്യത്ത് ചെയ്ത് കൊടുക്കണം. റമളാനിൽ ഇൽമു പഠിക്കാൻ വേണ്ടി മഹാന്മാര് പഠിപ്പിക്കുന്ന ഒരു ദുആ ഉണ്ടല്ലോ, അല്ലാഹുമ്മ നവ്വിർ ഖുലൂബനാ വഖുബൂറനാ ബിനൂരിൽ ഖുർആൻ. ഞങ്ങളുടെ ഹൃദയവും ഞങ്ങളുടെ ഖബറും ഖുർആൻ കൊണ്ട് നീ പ്രകാശിപ്പിക്കണം. ഖബറിന്റെ അത്യത്ഭുതങ്ങൾ എന്ന കാസറ്റുകളൊക്കെ നിങ്ങൾ കണ്ടു കാണും. പാമ്പും തേളും ഒക്കെ വരുന്ന ഖബറിന്റെ രംഗങ്ങൾ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന അള്ളാഹു പഠിക്കാനും മനസ്സിലാക്കാനും ഭയന്ന് പൊട്ടിക്കരയാനും കണ്ണീരുകൊണ്ട് ഖൗഫിനെ വളർത്താനും അള്ളാഹു തൗഫീക്ക് തരട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാണ്, മനോഹരമായ ഈ ഇൽമു കൊണ്ട് അള്ളാഹു നമ്മുടെ ഖബറും നമ്മുടെ ഖൽബും പ്രകാശിപ്പിക്കട്ടെ. ആ വെളിച്ചമുള്ള നന്മയുള്ള ഹൃദയമാക്കി നമ്മുടെ ഹൃദയത്തെ അള്ളാഹു മാറ്റട്ടെ എന്ന പ്രാർത്ഥനയോടെയാണ് ആദ്യത്തെ സഹോദരനെ സ്റ്റേജിലേക്ക് വിളിക്കാം. വരി, ഹബീബാജിനെ വരി. സ്ക്വയർ ഫീറ്റ് 1300 രൂപ. കരീം മുസ്ലിയാർ അൽഹംദുലില്ലാ 10 സ്ക്വയർ ഫീറ്റ് ഇതിനു വേണ്ടി ഇതിൽ എഴുതി തന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് സൗകര്യം പോലെ എഴുതി ഇവിടെ കൊടുത്താൽ മതി. ബുക്ക് കൊണ്ടുവരണമൊന്നുമില്ല, നിങ്ങൾ നമ്പർ എഴുതി ഒരു പേപ്പറിൽ കൊടുത്താലും മതി. ഹബീബാജി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 5 സ്ക്വയർ ഫീറ്റ് ഹബീബാജി തരും. അതിന്റെ കൂടെ 1000 രൂപയും വാങ്ങിച്ചോളി. ഇൻഷാ അല്ലാഹ് ഞാനിപ്പോ ഒരു 3 സലാത്തിൽ എഴുന്നേറ്റവർക്ക് വേണ്ടി ദുആരക്കും. ഒരു 6666 രൂപ ഈ പുസ്തകത്തിന് വേണ്ടി നിങ്ങൾ നിയ്യത്ത് ചെയ്യണം. ഒരുപാട് കൂടുതലാണെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആന്റെ പ്രകാശം കൊണ്ട് നമ്മുടെ ഖൽബും നമ്മുടെ ഖബറും പ്രകാശിക്കണം. എന്നിട്ട് ബാക്കിയുള്ള എഴുന്നേറ്റവർക്ക് വേണ്ടി ദുആ കഴിഞ്ഞിട്ട് എല്ലാവരുടെ മുന്നിലേക്ക് ഇൻഷാ അല്ലാഹ് പുസ്തകം കൊണ്ടുവരും. അപ്പോ നിങ്ങൾക്ക് ഒരു കാര്യമായ തുക കൊടുത്ത് എല്ലാവരും ആ പുസ്തകം വാങ്ങണം. ഈ ദുആ ചെറിയ പുസ്തകമായതുകൊണ്ട് പെട്ടെന്ന് നമ്മുടെ വീടുകളിൽ സൂക്ഷിക്കാൻ പറ്റും, പഠിക്കാൻ പറ്റും. സ്ത്രീകളുടെ ഭാഗത്തൊക്കെ വേഗം കൊണ്ടുവച്ചോ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. അല്ലാഹുവേ, ഇൽമിഷ്ടപ്പെടുന്ന മണ്ണാർക്കാട്ടെ സ്വർഗത്തിന്റെ വേദിയിൽ 6666 പകരം തുക പറയാതെ ഞാൻ എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞപ്പോ എഴുന്നേറ്റ് നിന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാഹുവേ. അവർ ഈ പുസ്തകം വാങ്ങുമ്പോ അവിടെ ഹൃദയം നീ പ്രകാശിപ്പിക്കണേ അല്ലാ. അവരെ ഖബറിന് നീ അല്ലാഹുവേ സ്വർഗത്തിന്റെ നിലാവും നിറവും കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ. ഈമാ സലാമത്താക്കി കൊടുക്കണേ അല്ലാ. അപകടങ്ങളൊന്നും കൊടുക്കല്ല റബ്ബേ, ദുരിതങ്ങളൊന്നും കൊടുക്കല്ലേ അല്ലാ. കരുണക്കടലാരെ പടച്ചവനെ, ഈ പുസ്തകം ഈ സദസ്സിലേക്ക് കൊണ്ടു ചെല്ലുമ്പോ 100 200 500 കൊടുത്തിട്ട് ഞാൻ വാങ്ങാം എന്ന് പറഞ്ഞുകൊണ്ട് വാങ്ങുന്ന പ്രിയപ്പെട്ടവരെ അവരുടെ മക്കളെ ആലിമീങ്ങളും ഹാഫിളീങ്ങളും ആക്കണേ അല്ലാ. ഈ പുസ്തകം സൂക്ഷിച്ചു വെക്കുന്ന വീട്ടിൽ ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിന്റെ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. അവരൊക്കെ തെളിച്ചു തന്ന പ്രകാശമാണ് ഇതിന്റെ അകത്തുള്ളത്. അവര് പറഞ്ഞു തന്ന മാർഗങ്ങളാണ് ഞങ്ങൾക്കുള്ളത്. അവരാഗ്രഹിക്കുന്ന പ്രസ്ഥാനങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടിയാണ് ഞങ്ങളുമുള്ളത്. അല്ലാഹുവേ, ഇത് കൊണ്ടുപോകുന്ന ഭവനത്തിലൊക്കെ അവരുടെ പൊരുത്തം കൊടുക്കണേ അല്ലാ. ഇത് കൊണ്ടുപോയി പഠിക്കുന്ന മക്കൾക്ക് ഖബറിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനുള്ള തൗഫീഖ് കൊടുക്കണേ അല്ലാ. സ്വല്ലി അലൻ നബി മുഹമ്മദ്. ആദ്യം ഇൻഷാ അല്ലാഹ് നേരത്തെ എഴുന്നേറ്റ് നിന്നവർക്ക് പിന്നെ 6666 രൂപയ്ക്ക് പോരാ. അവർ വേഗാവട്ടെ, കത്തിരി കൊണ്ടഴിച്ചോ, വേഗാവട്ടെ. സ്ത്രീകളുടെ ഭാഗത്ത് കൊണ്ട് കൊടുക്കും. സ്ത്രീകളുടെ ഭാഗത്ത് വേഗമ്പോ ഇൻഷാ അല്ലാഹ് ഒരു പേപ്പറും കൂടെ എടുത്തുകൊള്ളണം. ഇന്ന് കാശ് തരാത്തവരുടെ പേര് നമ്പർ എഴുതി വാങ്ങണം. നാളെ വരുമ്പോൾ നിർബന്ധമായും കൊണ്ടുവരും. ഇൻഷാ അല്ലാഹ് വേഗാവട്ടെ. എന്നിട്ട് നമുക്ക് ദുആ ചെയ്യണം. ഒരു ആയത്ത് പറഞ്ഞു തരാമെന്ന് പറഞ്ഞു എല്ലാ ദിവസവും ഇന്നു മുതൽ 111 പ്രാവശ്യം. അത് നമ്മുടെ ഹൃദയത്തിൽ ഒരിക്കലും പിശാച് കടന്നു വരില്ല. ദുരിതങ്ങൾ ഉണ്ടാവില്ല. നല്ല മനോഹരമായ ചെറിയ ഒരായത്താണ്. ഇപ്പൊ നിങ്ങൾക്ക് കാണാതെ പഠിക്കാം, നിങ്ങൾക്ക് കാണാതെ അറിയാം. ഞാൻ പറഞ്ഞു തരുമ്പോൾ ഒന്നുകൂടി ഉറപ്പാകുമെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് കാണാതെ അറിയാം. നാളെ ഇൻഷാ അല്ലാഹ് ഈ വിഷയത്തിന്റെ തുടർ ഭാഗം പറയുന്നുണ്ട്.
മൂസാ നബി അലൈഹിസ്സലാം ഖിദർ നബിയെ കാണാൻ പോകുന്ന ചരിത്രം പറയുന്നുണ്ട്. ലോകത്ത് 4 പ്രവാചകന്മാർ ജീവിച്ചിരിക്കുന്നു, 2 പേര് ആകാശത്ത്, 2 പേർ ഭൂമിയിൽ. ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന 2 പേര് പരിശുദ്ധ ഹജ്ജിന്റെ സമയത്ത് അറഫയിൽ വെച്ച് കണ്ടുമുട്ടും. ഹജ്ജിന്റെ അമലുകൾ കഴിഞ്ഞിട്ട് ഒരു പ്രവാചകൻ മറ്റേ പ്രവാചകന്റെ തലയിൽ നിന്ന് മുടി എടുത്തു കൊടുക്കും, എന്നിട്ടൊരു ദുആ ചെയ്യുമത്രേ. അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ആ ദുആ ഒരു വിശ്വാസി പ്രഭാതത്തിലും പ്രദോഷത്തിലും ചൊല്ലിയാൽ ഒരുപാട് വൻ ദുരന്തത്തിൽ നിന്ന് അള്ളാഹുവിനെ രക്ഷപ്പെടുത്തുമെന്നാണ്. ആ ദുആ നമ്മൾ നാളെ പഠിക്കും. ഖിദർ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കാണുന്നതിന് 3 വഴികളുണ്ട്. 3 രീതിയിൽ തയ്യാറായി നിന്നാൽ ബഹുമാനപ്പെട്ട നബിയുല്ലാഹി ഖിദർ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കാണാനുള്ള ഭാഗ്യം അള്ളാഹു കൊടുക്കുമെന്നാണ്. ഇൻഷാ അല്ലാഹ് ആ വഴികൾ നാളെ പറയുന്നുണ്ട്. അതൊന്നും പോരാതെ, അതൊന്നും കൂടാതെ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ അടുത്ത് ഏറ്റവും അടുത്ത് ചേർത്ത് നിർത്തിയിരിക്കുന്ന ഒരു വലിയ മഹാനെ കാണാൻ ഇടയായി. അള്ളാഹുവിനോട് മൂസാ നബി ചോദിച്ചു, അള്ളാഹുവേ, ഈ മനുഷ്യന്റെ പേര് പറഞ്ഞു തരുമോ? അള്ളാഹു പറഞ്ഞു, പേര് പറഞ്ഞു തരില്ല. ആ മനുഷ്യന് 3 സ്വഭാവ ഗുണങ്ങളുണ്ട്. ആ 3 സ്വഭാവ ഗുണങ്ങളെ ഒന്ന് പറഞ്ഞു തരാം. അള്ളാഹുവിന്റെ പൊരുത്തത്തിലേക്ക് ഏറ്റവും അധികം ആർത്തിയോടെ എത്താൻ പറ്റുന്ന രീതിയിൽ 3 സ്വഭാവ ഗുണങ്ങൾ മൂസാ നബിക്ക് അള്ളാഹു ഉപയോഗിച്ചു കൊടുത്തു. ആ സ്വഭാവ ഗുണങ്ങളും നന്മയുള്ള മനസ്സിന്റെ സമാപന ചർച്ചയിൽ ബൽആമൂന് ബാവൂറയെ പോലെയുള്ള കൊലകൊമ്പന്മാർ അവസാനം ധിക്കാരികളായി ലോകത്തോട് വിട പറഞ്ഞു പോര കഥനകഥകളും അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തിന്റെ നാനാഭാഗത്ത് സമർപ്പിച്ച മനോഹരമായ ചരിത്രത്തിന്റെ മുത്തുകളും ദുർഗുണങ്ങളെ മാറ്റാനുള്ള വഴികളും പറഞ്ഞ് കണ്ണീരോടെ ദുആരക്കും. മറ്റന്നാൾ അതിനുശേഷമുള്ള നല്ല കുടുംബം എന്ന വിഷയം ഇൻഷാ അല്ലാഹ് നമ്മൾ ചർച്ച ചെയ്യും. അൽഹംദുലില്ലാ, മുസ്തഫ അഷ്റഫി ഉസ്താദിന്റെ ജ്യേഷ്ഠനാണ് റഫീഖ് കക്കുപ്പടി. അദ്ദേഹം 5 സെന്റ് സ്ഥലം ഇസ്ലാമിക് സെന്ററിന് വേണ്ടി കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്നു. കുലൂ തക്ബീർ, കുലൂ തക്ബീർ, കുലൂ തക്ബീർ. ഇത് മൊത്തം എത്ര സെന്റ്? 12 അല്ലേ? 16 സെന്റ്. ജാസ് അലി ഹാജിയാണ് കരളായ ഭാഗം. എത്ര രൂപയാ കിട്ടുക? നമ്മൾ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി അത് വിറ്റെടുത്താൽ അതിന് അള്ളാഹുവിന്റെ ദിനിനു വേണ്ടി നിയ്യത്ത് ചെയ്ത് കൊടുത്തു. അവിടെ ഇനി ആസ്വദിങ്ങൾ ഉണ്ടാകും, അവിടെ ഇനി യതീമീങ്ങളുടെ കണ്ണീരുണങ്ങും, അവിടെ ഇനി ദീനീ പ്രവർത്തനങ്ങൾ നടക്കും. അള്ളാഹു വിജയിപ്പിക്കട്ടെ, അള്ളാഹു വിജയിപ്പിക്കട്ടെ, അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. ഇൻഷാ അല്ലാഹ് 5 സെന്റ് വസ്തു റഫീഖ് കുപ്പടി എന്ന സഹോദരൻ അഷ്റഫി ഉസ്താദിന്റെ ജ്യേഷ്ഠന് 5 സെന്റ് വസ്തു ഇസ്ലാമിക് സെന്ററിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു. അള്ളാഹു ആ സഹോദരൻ എല്ലാ ബറക്കത്തും എല്ലാ ഐശ്വര്യവും കൊടുക്കട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. അല്ലാഹുവേ, റഹ്മാനും റഹീമുമായ കരുണക്കടലായ റബ്ബേ, റഫീഖ് എന്ന സഹോദരന്റെ സ്വതക്ക സ്വീകരിക്കണേ അല്ലാ. റബ്ബേ, ആ സഹോദരന്റെ വിഷമങ്ങളെ മാറ്റിക്കൊടുക്കണേ അല്ലാ. റബ്ബേ, ആ സഹോദരന്റെ സ്വതക്ക ജാരിയായ സ്വതക്കയാക്കണേ അല്ലാ. പടച്ചവനെ, സമസ്തക്ക് വേണ്ടി, സുന്നത്ത് ജമാഅത്തിന് വേണ്ടി, മഹാന്മാര് തെളിച്ചു വെച്ച പ്രകാശഗോപുരത്തിന്റെ നന്മക്കു വേണ്ടി, വെളിച്ചത്തിന് വേണ്ടി അല്ലാ, പടച്ചവനെ മാറ്റിവെച്ച ആ സ്വതക്കക്ക് നീ അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ. അല്ലാഹു അവർക്കൊക്കെ ഉന്നതമായ പദവി കൊടുക്കണേ അല്ലാ. അവർക്കൊക്കെ ഉന്നതമായ നേട്ടം കൊടുക്കണേ അല്ലാ. പടച്ചവനെ, അല്ലാഹു ആ സഹോദരന്റെ പ്രിയപ്പെട്ട കൂടപ്പുറപ്പ് സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ഉറക്കമില്ലാതെ ഓടി നടക്കുന്നു. അപവാദങ്ങളും പ്രചരണങ്ങളും അതിന്റെയൊക്കെ നടുവിൽ അല്ലാഹുവേ, സിംഹക്കുട്ടിയെ പോലെ നിലനിൽക്കാൻ അഷ്റഫി ഉസ്താദിന് നീ ഭാഗ്യം കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ ഉസ്താദുമാരെ മുഴുവനും നീ അനുഗ്രഹിക്കണേ അല്ലാ. ഈ സ്ഥാപനങ്ങളെപ്പോലെ 100 കണക്കിന് സ്ഥാപനങ്ങളെ ഇഷ്ടപ്പെടുന്ന എന്റെ ബഹുമാനപ്പെട്ട കാപ്പിൽ ഉമർ ഉസ്താദ്, അല്ലാഹുവേ, രോഗം മാറ്റിക്കൊടുക്കണേ റബ്ബേ. പൂർണ്ണമായ ആഫിയത്തും ആരോഗ്യവും നീ കൊടുക്കണേ അല്ലാ. സ്വല്ലി അലൻ നബി മുഹമ്മദ്. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. ഞാൻ ഇന്ന് സുഖങ്ങളൊന്നും ചോദിക്കുന്നില്ല, പക്ഷെ ഞാൻ പറയുന്നു, നാളെ നമ്മുടെ ഈ വിഷയം ഇച്ചിരി ഗൗരവമുള്ളതും വലുതുമാണ്. പെട്ടെന്ന് തീരൂല, 2 ദിവസം കൊണ്ട് തീർക്കണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുന്നു, നാളെ വരുമ്പോ ഈ പുസ്തകത്തിന്റെ പിന്നിൽ കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ചെറിയ ചെറിയ നിങ്ങൾക്ക് പറ്റുന്ന 1 സ്ക്വയർ ഫീറ്റിന് 1300 രൂപ, 5 സ്ക്വയർ ഫീറ്റ്, 10 സ്ക്വയർ ഫീറ്റ്, എത്രയാണോ റമളാനിൽ നിങ്ങൾക്ക് നിയ്യത്ത് ചെയ്യാൻ പറ്റും. അയ്യു സ്വദഖത്തി അഫ്ളലു യാ റസൂലല്ലാഹ്, സ്വദക്കകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാണ്? അസ്വദഖത്തു റമളാൻ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ. റമളാന്റെ സ്വദക്കയാണെന്ന് അല്ലാഹു റസൂൽ പറഞ്ഞു. അപ്പോ
ആ റമളാന്റെ സ്വതക്കയ്ക്ക് നിയ്യത്ത് ചെയ്യാൻ പറ്റിയ രീതിയിൽ അതിന്റെ പുറകെ നിങ്ങൾ ആ വാഗ്ദാനവും നമ്പരും എഴുതുക. ഇനി അതല്ല, ഈ സദസ്സിൽ വന്ന് നാളെ ഞാൻ സമാപനം വേണമെങ്കിൽ നിർത്തുന്നതിന് മുമ്പ് ഒരു 5 മിനിറ്റ് ചോദിക്കാം. എന്തേലും നിങ്ങൾക്ക് പറയാൻ പറ്റുമെങ്കിൽ ഈ സ്ഥാപനത്തിന് വേണ്ടി 1 ലക്ഷം, 2 ലക്ഷം, 5 ലക്ഷം, 10 ലക്ഷം, എത്രയോ ലക്ഷക്കണക്കിന് രൂപ പലരും കൊടുക്കുന്നുണ്ട്. നിർബന്ധിക്കില്ല, നിങ്ങളുടെ മനസ്സിൽ തോന്നിയാൽ മാത്രം. റമളാനാണ്, ഇത്രയും വലിയ ഒരു മജ്‌ലിസാണ്. നാളെ ഇൻഷാ അല്ലാഹ് 9 മണിക്ക് എല്ലാവരും എത്തുക. 9:30 മണിക്ക് പ്രസംഗം തുടങ്ങണം. ആ രീതിയിൽ എല്ലാവരും വേണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ, അള്ളാഹു വിജയം തരട്ടെ, അള്ളാഹു ഉന്നതമായ പദവി നിങ്ങൾക്ക് തന്ന് അനുഗ്രഹിക്കട്ടെ ഇൻഷാ അല്ലാഹ്. ആ രീതിയിൽ ഞാൻ നേരത്തെ തന്നെ എത്തും. നമ്മുടെ പ്രിയപ്പെട്ട വാളണ്ടിയേഴ്സുകൾ നാളെ കുറച്ചുകൂടി ഒന്ന് ശക്തരായിരിക്കണം. SKSF-ന്റെ കുട്ടികളായാലും ഈ നാട്ടിലെ പ്രിയപ്പെട്ട അഷ്റഫ് ഉസ്താദിന്റെ കീഴിലുള്ള മറ്റ് യുവ സുഹൃത്തുക്കളാണെങ്കിലും നാളെ കുറച്ചുകൂടി ഒന്നുകൂടി ആക്റ്റീവായിരിക്കണം. കാരണം വേറൊന്നും കൊണ്ടല്ല, ഇടയ്ക്ക് ഞാനൊരു സ്വതക്ക ചോദിച്ച സമാപനം പെട്ടെന്ന് അവരുടെ പേരെഴുതിയെടുക്കാനൊക്കെ നിങ്ങൾ ഓടി അവിടെ എത്തണം. ഉസ്താദുമാരുടെ അനുവാദം ചോദിക്കാനൊന്നും നിൽക്കേണ്ട. പേനയും കടലാസും എല്ലാവരുടെ പോക്കറ്റിൽ ഉണ്ടാവണം. ആര് പറഞ്ഞാലും എഴുതിയെടുത്ത് ഇവിടെ കൊണ്ടുവരിക. ആ രീതിയിൽ അബ്ബാസാജി പോയില്ലല്ലോ. അബ്ബാസാജി നേരത്തെ പോകാൻ വേണ്ടി എഴുന്നേറ്റ് പോരുതെന്ന് പറഞ്ഞപ്പോ പറഞ്ഞു. നിസ്കാരത്തിന് മുമ്പ് തന്നെ നമുക്ക് പിരിയാൻ ഇൻഷാ അല്ലാഹ്. എല്ലാവരും ഒന്ന് കടന്നിരുന്നോളൂ ഒഴിവായ കസേരയിലൊക്കെ. അല്ലാഹുവേ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ലാ ഇലാഹ ഇല്ലല്ലാഹു റസൂലുള്ളാഹി اللهم رب هذه الدعوة التامة والصلاة القائمة آت محمدا الوسيلة وبعثه مقام محمود الذي ترزقنا شفاعته. സാധാരണ മദീനത്ത് പോകുമ്പോഴൊക്കെ ആഗ്രഹിക്കലുണ്ട് ഒരു പനി വന്നാൽ നന്നായിരുന്നു എന്ന്. എല്ലാ പനിയും കൂടി ഇപ്രാവശ്യം ഒരുമിച്ച് വന്നു. 2 ദിവസം നല്ല രീതിയിൽ മക്കത്തൊക്കെ ശരിക്കും കഷ്ടപ്പെട്ടു. മക്കത്ത് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പെട്ടെന്ന് നല്ല വെയിലുമാണ്, നല്ല പനിയായിരുന്നു, കൈയും കാലമൊക്കെ നല്ല വേദന. ഇതുവരെ നല്ലതുപോലെ മാറിയിട്ടില്ല. പക്ഷേ അഷ്റഫ് ഉസ്താദിന്റെ ഹബീബ് ഫൈസിയുടെ ഓണംപള്ളി ഫൈസിയുടെയൊക്കെ ഈ താല്പര്യത്തിന് മുന്നിൽ പനിയും മറ്റു രോഗങ്ങളും ഒന്നുമല്ലാതായി പോവുകയാണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ചെയ്യണമല്ലോ. ഒരു അബ്ബാസ് ഹാജിയോട് ഞാൻ പറഞ്ഞു, പോവാണോ ഇരിക്കുകയാണോ? കബീർ ഉസ്താദിന്റെ സദസ്സിൽ മാത്രമേ ഇരിക്കുള്ളൂ എന്ന് ചോദിച്ചു. അവർക്ക് അങ്ങനെയില്ലല്ലോ അല്ലേ? എല്ലാവർക്കും ഒരു ധാരണ ഉണ്ട്, കബീർ ഉസ്താദ് ഞാനും ഭയങ്കര മത്സരമാണ്. അങ്ങനൊന്നുമില്ല. ദീനിന്റെ മേഖലയിലുള്ളവരാണ്. അള്ളാഹു എല്ലാവരെയും ഇഖ്ലാസോടുകൂടി അള്ളാഹു വളർത്തിക്കൊണ്ടുവരുമാറാകട്ടെ. അള്ളാഹു ആ പ്രിയപ്പെട്ട ഉസ്താദിന്റെ ഗുരുനാഥൻ ഈ അടുത്ത് മരണപ്പെട്ടു പോയി, കോയ ഉസ്താദ്, അള്ളാഹു ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അല്ല ഉസ്താദെ, എന്റെ ഉമ്മ സുഖമില്ലാതെ കിടക്കാണ്, വീട്ടിൽ നിന്ന് ഫോൺ വന്നാൽ എപ്പോഴും ഞാൻ പോകും. ഞാൻ പറഞ്ഞു, ഇൻഷാ അല്ലാഹ് അള്ളാഹു ശിഫ കൊടുക്കട്ടെ. ആ സഹോദരൻ അലി ഹാജിയും ബാസാജി ഇത്രയും നേരം ഇവിടെ ഇരുന്നു. അൽഹംദുലില്ലാഹ്, ആ പ്രിയപ്പെട്ട ഉമ്മാക്ക് അള്ളാഹു സ്വർഗം കൊടുക്കട്ടെ. മക്കൾ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ചെയ്യുന്ന സ്വതക്കകൾക്ക് പകരം അള്ളാഹു ആ പ്രിയപ്പെട്ട ഉമ്മാക്ക് എത്രയും പെട്ടെന്ന് ശിഫ കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ബിൽഡിങ്ങിന് ആവശ്യമായ കമ്പി അൽഹംദുലില്ലാഹ് അബ്ബാസ് ഹാജിയും അലി ഹാജിയും കൂടി വാങ്ങിത്തരാമെന്ന് പറഞ്ഞിരിക്കുന്നു. കുലൂ തക്ബീർ, കുലൂ തക്ബീർ, കുലൂ തക്ബീർ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം. ഒരു ഫ്ലോറിന്റെ കമ്പി. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ, പടച്ചവനെ, കാരുണ്യവാനായ റബ്ബേ, ആ ഉമ്മാക്ക് നീ ശിഫാ കൊടുക്കണേ അല്ലാ, ആ ഉമ്മാക്ക് നീ ശിഫാ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ആ ഉമ്മാക്ക് നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ. പടച്ചവനെ, ആ മക്കളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. നിന്റെ ദീനിന് വേണ്ടി ഇഖ്ലാസോടുകൂടി സ്വതക്ക ചെയ്യാൻ നീ തൗഫീക്ക് കൊടുക്കണേ അല്ലാ, നീ തൗഫീക്ക് കൊടുക്കണേ റബ്ബ്.
അള്ളാഹുവെ സമ്പത്ത് അധികരിപ്പിച്ചു കൊടുക്കണേ അല്ലാ. പടച്ചവനെ ഇതുപോലെ വലിയ ഗ്രൗണ്ടൊക്കെ ദീനീ പ്രവർത്തനത്തിന് വേണ്ടി വിട്ടുകൊടുക്കുമ്പോൾ അതിന്റെ എല്ലാം മിസ്ലു സവാബ് അവരെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവർക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. സ്വല്ലല്ലാഹു നബി മുഹമ്മദ്. കാര്യമായ ദുആയൊക്കെ ഇൻഷാ അല്ലാഹ് നാളെയും ശേഷമുള്ള ദിവസങ്ങളിലൊക്കെ ഉണ്ടാകും. പിന്നെ നാളെ ഒരു 4000 സ്ക്വയർ ഫീറ്റിന്റെ പന്തല് കൂടി ആ ഭാഗത്തിടും എന്ന് സംഘാടകർ അറിയിച്ചിട്ടുണ്ട്. അപ്പോ ഇന്ന് വരാത്തവരെ കൂടി ഇൻഷാ അല്ലാഹ് നാളെ കൊണ്ടുവന്നാൽ, നിങ്ങൾക്കറിയാം സാധാരണ 3 ദിവസം പ്രസംഗത്തിന് ഇങ്ങനെ ഡേറ്റ് കൊടുക്കലൊന്നുമില്ല. ഇവിടെ ഈ പ്രസ്ഥാനത്തിനോടുള്ള താല്പര്യം കൊണ്ടും റമളാനല്ലേ, നമുക്ക് എല്ലാവർക്കും ഒന്ന് ഒരുമിച്ച് കൂടി പോവാം. മണ്ണാർക്കാട് പലപ്പോഴും വരുമ്പോഴും കൊതിതീരെ വാതു പറയാൻ കഴിഞ്ഞിട്ടില്ല അല്ലേ. ഒരു ദിവസവും അര ദിവസവും ഒക്കെയാണ്. നുസ്രത്തുൽ മസാക്കീനൊക്കെ നമുക്ക് നല്ലതുപോലെ പറഞ്ഞു തീർക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഇപ്രാവശ്യം അത് പൂണിയട്ടെ. പിന്നെ ഇൻഷാ അല്ലാഹ് പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിലുണ്ട് അടുത്ത ആഴ്ച പ്രോഗ്രാം. അള്ളാഹു എല്ലാം കാര്യമായ രീതിയിൽ വിജയിപ്പിച്ചു തരട്ടെ. ആ ആയത്ത് നിങ്ങൾക്ക് പറഞ്ഞു തന്ന് അതൊരു 10 പ്രാവശ്യം ചൊല്ലി ഇൻഷാ അല്ലാഹ് 3 സലാത്തിൽ ആരംഭിക്കണം. പുസ്തകം എല്ലാ സ്ഥലത്തും എത്തിയിട്ടില്ല. കുറച്ചുകൂടി നമ്മുടെ ഒന്ന് ഏറ്റവും പുറകിലൊക്കെ കുറച്ചുള്ളത് പുസ്തകം എത്താനുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ അങ്ങോട്ട് വരുന്നതേ ഉള്ളൂ. 100ഉം 500 രൂപയൊക്കെ കൊടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ കൊടുക്കണം. കാരണം ഇതൊരു കേവലം ഒരു ആരെങ്കിലും എഴുതി ഒരു സാമ്പത്തിക പിരിവിന് വേണ്ടിയുള്ള ഒരു പുസ്തകമാണ് എന്ന് നിങ്ങൾ കരുതരുത്. അൽഹംദുലില്ലാ ഇൽമിനോടൊപ്പം നമ്മുടെ ഈ പ്രസ്ഥാനത്തിന്റെ വളർച്ച ഇതുകൊണ്ട് ആഗ്രഹിക്കുകയാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ നാളെ വരുമ്പോൾ അതിന്റെ പുറകിൽ എഴുതിയിട്ടുള്ള സഹായിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നവർ മാത്രം, പുസ്തകം വാങ്ങുന്നവരെല്ലാവരും സഹായിക്കണം, അങ്ങനെയൊന്നുമല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ പ്രസ്ഥാനത്തിന്റെ കുറെ കാര്യങ്ങൾ എഴുതി കുറെ ഇൽമും എഴുതിയിട്ടുണ്ട്. അതിന്റെ പുറകിൽ നിങ്ങൾക്ക് വായിച്ചു നോക്കിയിട്ട് 1800 ചാക്ക് സിമന്റിന്റെ ആവശ്യമുണ്ട്, എത്ര പാക്കറ്റ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും നിങ്ങൾക്ക് എഴുതാം. 10 പറ്റോ 25 പറ്റോ നമ്പർ അതിൽ എഴുതുക. സംഘാടകർ ബന്ധപ്പെടും. 200 യൂണിറ്റ് എംസാൻഡ്, 80 യൂണിറ്റ് മെറ്റല്, അതുപോലെ തന്നെ കമ്പി, വെട്ടുകല്ല്, 1 സ്ക്വയർ ഫീറ്റിന് 1300 രൂപ. അത് കണക്കാക്കി നിങ്ങൾക്ക് പറ്റുന്നത്. ഇത് നമ്മുടെ വീടല്ല, നമ്മുടെ കുടുംബസ്വത്തല്ല, അള്ളാഹുവിന്റെ ദീനിനു വേണ്ടിയുള്ള പ്രവർത്തനത്തിന് വേണ്ടി വഖഫ് ചെയ്തതാണ്. അസ്രവി ഉസ്താദിന് മക്കൾക്ക് എഴുതി കൊടുക്കാനുള്ളതല്ല, ഓണംപള്ള ഫീസിക്ക് വിറ്റിട്ട് വയറ് വീർപ്പിക്കാനുള്ളതല്ല, മറിച്ച് അള്ളാഹുവിന്റെ ദീനിനു വേണ്ടിയുള്ളതാണ്. അതിനുവേണ്ടി മാത്രം പ്രവർത്തിക്കാനുള്ളവരാ, ആ കാര്യങ്ങൾ മാത്രം നടത്താനുള്ളതാണ്. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് ഇവിടെ അതൊരു ആവശ്യമാണ് എന്നല്ല, അത്യാവശ്യമാണ്. അത് ഇൻഷാ അല്ലാഹ് ഗംഭീരമായി വിജയിക്കും.